സെയിൽസുകാരെ ഇപ്പോഴും ആൾക്കാർ കരുതുന്ന പണ്ട് ബാഗും തൂക്കി വന്ന ആൾക്കാരെ ആ ഒരു മോഡാണ് സെയിൽസ്. പക്ഷെ അങ്ങനെയല്ല. ഇപ്പം അത് അജാസ് തന്നെ വീഡിയോ എടുക്കുന്നു, അജാസ് തന്നെ എഡിറ്റ് ചെയ്യുന്നു, അജാസ് തന്നെ അപ്ലോഡ് ചെയ്യുന്നു. അതെ. ആപ്പിൾ ഒരു ജ്യൂസ് കടക്ക് പോലും ആരും എന്ത് ചെയ്യില്ല, ആപ്പിൾ എന്ന് പേരിടില്ല. അതാണ് എന്ത് ചെയ്തത് അവര് ആപ്പിൾ. ഗൂഗിൾ അന്ന് ഞങ്ങൾ തുടങ്ങുന്ന സമയത്ത് എല്ലാവരും ടെക് പ്ലേയേഴ്സ് ആയിരുന്നു. അപ്പം ഞങ്ങൾ ആപ്പ് ചെയ്ത് തന്ന റഫീഖ് തന്നെ എനിക്ക് തോന്നുന്നത് ഏകദേശം 60ഓളം കമ്പനികളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ആപ്പ് ചെയ്തു. കൊണ്ടോട്ടിയിൽ എന്തോ ആവശ്യത്തിനോ ഒരു കുട്ടി ഓടി വന്നിട്ട് എന്നെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ സാർ ഒന്ന് തൊട്ടോട്ടെ എന്ന് പറഞ്ഞു. വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ഇകോം ഷോ. ഇന്ന് നമ്മളെ കൂടെ ഉള്ളത് അജാസ് ആണ്. അജാസ് എജുപോർട്ട് എന്ന് പറഞ്ഞ ഒരു എഡ്ടെക് പ്ലാറ്റ്ഫോം നടത്തുകയാണ്. അജാസ് തുടങ്ങിയത് 10th +1 +2 കിഡ്സിന് ട്യൂഷനും എൻട്രൻസ് കോച്ചിങ്ങും ചെയ്തിട്ടാണ്. ബാക്കി നമുക്ക് അജാസിൻ്റെ അടുത്ത് തന്നെ കേൾക്കാം. അജാസ്, വെൽക്കം ടു ദ ഷോ. താങ്ക് യു ഷാൻ. നിങ്ങൾ പറഞ്ഞ പോലെ 10 ദിവസം കൊണ്ട് നിങ്ങളെ കൊണ്ട് ഞങ്ങൾ ഷോപ്പിഫൈ സ്റ്റോർ ഉണ്ടാക്കിക്കും. യുവർ ഓൺ ഓൺലൈൻ സ്റ്റോർ ഡൺ ബൈ യു. അതിൻ്റെ ഡീറ്റെയിൽസ് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, ചെക്ക് ഇറ്റ് ഔട്ട്. ഇനി തിരിച്ച് നമുക്ക് അജാസിനെ ഗ്രില്ല് ചെയ്യാം. അപ്പോൾ ആ ഒരു ജേണി തുടക്കം ബ്രീഫായിട്ട് പറയും, എങ്ങനെയാണ് അവിടെ എത്തിയത്? ശരിക്ക് പിന്നെ ഞാൻ ബിടെക് കഴിഞ്ഞു, ബാംഗ്ലൂർ ക്യാമ്പസ് പ്ലേസ്മെന്റ് NIT കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു. 2012 പാസ് ഔട്ട്. ഒരു വർഷം ബാംഗ്ലൂർ പിന്നെ വർക്ക് ചെയ്തു. അപ്പം ബാംഗ്ലൂർ എനിക്ക് ലൈക്കായില്ല. ബാംഗ്ലൂർ എൻ്റെ വൈബിന് പറ്റിയ സ്ഥലമായിരുന്നില്ല. അപ്പം ഞാനാണെങ്കിൽ ഒരു വടകര നാദാപുരം ഭാഗത്താണ്. എൻ്റെ കുടുംബത്തിലൊക്കെ ഒരു വീട്ടിൽ മിനിമം 1-2 ആൾക്കാർ ഗൾഫിലുണ്ടാവും. അപ്പൊ ഗൾഫ് മോഹമായിട്ട് കഫറ്റേരിയ ആണ് അവിടെ. അതെ, നമുക്ക് ഗൾഫാണ്, അവർ എന്ത് ചെയ്യുന്നു നമുക്കറിയില്ല. ഗൾഫിലാണ്. കഫറ്റേരിയാണ് കറക്റ്റ്. അപ്പം അങ്ങനെ അത് റിസൈൻ ചെയ്ത് ദുബായിൽ പോയി. പിന്നെ അവിടെ ഒരു ഹോസ്പിറ്റൽ IT-യിലായിരുന്നു. അപ്പം ഒരു 5 വർഷമൊക്കെ നിൽക്കണം എന്നുള്ള രീതിയിലാണ്. 2013 പോയി 2018 ആയപ്പം എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം കേട്ടോ. അതായത് നമ്മൾ വെറുതെ മനസ്സിലിങ്ങനെ ചില റാൻഡമായിട്ട് ഒരു തോട്ടൊക്കെ വരും, പിന്നെ അത് വല്ലാതെ തന്നെ ബുദ്ധിമുട്ടിക്കും. അങ്ങനെ ഹോസ്പിറ്റൽ IT-യിലായിരുന്നു. അപ്പൊ 2018 ആയപ്പം എനിക്ക് 28 വയസ്സായി. അന്ന് ജീവിതത്തിൽ ഒരർത്ഥമൊക്കെ വേണം, ഒരു പര്യായമൊക്കെ വേണം എന്നുള്ള രീതിയിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങണം എന്നുള്ള ഒരു ഡിസൈഡ് ചെയ്തു. അന്നൊക്കെ തോന്നിയിട്ടുണ്ടല്ലേ? അന്ന് തോന്നിയിട്ടുണ്ട്. വീണുപോയതാ. എന്റെ കേസിൽ ആ സമയം എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്, എൻ്റെ 2ാമത്തെ കുട്ടി ജനിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു സമയമാകുമ്പോഴത്തെ പൊതുവെ ആൾക്കാർ ആ എക്സിസ്റ്റിംഗ് ലൈഫിന്റെ ആ കംഫർട്ട് സോണിൽ അങ്ങ് പോവുക ചെയ്യുക. പക്ഷെ എനിക്ക് അപ്പോഴാണ് ഇത് ട്രിഗർ വന്നു തുടങ്ങിയത്. അപ്പൊ ഞാൻ ദുബായിലാണ്, ഞാൻ ഹോസ്പിറ്റൽ ഫീൽഡിലാണ്. അപ്പം മെഡിക്കൽ ടൂറിസം ഒക്കെ കണക്ട് ചെയ്തിട്ട് പിന്നെ മെഡിക്കൽ ടൂറിസം ചെയ്താലോ എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ജോലി നിർത്തി ഇന്ത്യയിലേക്ക് വരുന്നത്. മെഡിക്കൽ ടൂറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ട്രീറ്റ്മെന്റിന് വരുന്ന വിദേശികൾക്ക് എല്ലാ ഹെൽപ്പും ചെയ്തു കൊടുക്കുക എന്നുള്ളൊരു രീതിയിലായിരുന്നു. അപ്പം ഞങ്ങളത് ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴാണ് ഈ ഗൂഗിൾ മൈ ബിസിനസിന്റെയും SEOയുടെ ഒക്കെ ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കി. അപ്പൊ അത് നല്ല രീതിയിൽ ഞങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. പൊതുവേ അവിടുന്ന് റിസൈൻ ചെയ്തു. 2018 റിസൈൻ ചെയ്തു, നാട്ടിൽ തുടങ്ങാം. അപ്പം അതിന് ഞാൻ ഇട്ട പേര് മെഡ്പോർട്ട് ആയിരുന്നു. അത് നല്ല പേരാണ്, മെഡിക്കലിന്റെ ഒരു പോർട്ട്, എയർപോർട്ട്, ആ ഒരു സംഭവം, അല്ലെങ്കിൽ എയർപോർട്ട് എന്നൊക്കെയുള്ള ഒരു സാധനം പോലെ മെഡ്പോർട്ട് എന്നായിരുന്നു അതിന്റെ പേര്. അത് നല്ല രീതിയിൽ ചെയ്തു വന്നിട്ടുണ്ടായിരുന്നു. സാധാരണ എല്ലാവർക്കും GCC എന്നാണ് ക്ലയൻസ് ഉണ്ടാവുക. പക്ഷെ എനിക്ക് GCC-നേക്കാൾ ഉപരി ജർമ്മനിയിൽ നിന്നും ഓസ്ട്രേലിയയിൽ നിന്നൊക്കെ ക്ലയൻസ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശൊക്കെ ആയിരുന്നു എൻ്റെ മെയിൻ ക്ലയൻസ്. അപ്പോൾ ഇന്ത്യയിലുള്ള ഒരുവിധ എല്ലാ സിറ്റീസും ഹോസ്പിറ്റൽസ് ഒക്കെ ടൈപ്പ് ഒക്കെ ഉണ്ട്, നല്ല രീതിയിൽ പോകുന്നുണ്ട്. പക്ഷെ വീട്ടുകാർക്കൊന്നും വലിയൊരു താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം അവിടെ നല്ല ജോലിയായിരുന്നു, ഗൾഫ് വെൽ സെറ്റിൽ ജോലി. അതെ, സത്യമാണ്. സ്വന്തമായിട്ട് ഇങ്ങനെ, അതും ഉമ്മൊക്കെ പറയാ അറബികളെ ബാഗും തൂക്കി ഇത്ര പഠിപ്പിച്ചെന്നുള്ള രീതി. ശരിക്കും ഞാൻ അതൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ലൈക്ക് ഞാൻ തലയിൽ പെട്ടിയൊക്കെ വെച്ചിട്ട് നടന്നിട്ടുണ്ട്. ചെയ്യുന്ന കാര്യമാണ്. അപ്പം അതിന് കുറച്ച് ഫോട്ടോ എടുക്കാൻ മറന്നു എന്നുള്ളത് മാത്രമാണ് സങ്കടം. യൂസ് ചെയ്യായിരുന്നു. അപ്പം അത് നല്ല രീതിയിൽ പോകുമ്പോഴാണ് നമ്മളെ കോവിഡ് വന്നത്. അപ്പൊ ചൈനയിൽ കോവിഡ് വന്നു എന്ന് പറഞ്ഞപ്പോ തന്നെ വൈഫ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിനക്കുള്ള പണി വരുന്നുണ്ട് എന്നുള്ളത്. ആ വൈഫ് ഇതിലാണ്, അവള് NIT തന്നെ പഠിച്ചതായിരുന്നു. അവളിപ്പോ ഗവൺമെന്റ് സർവീസിലാണ്. ആ സമയത്ത് അവള് വർക്ക് ചെയ്യുന്നില്ല. ഓക്കെ. അപ്പം പിന്നെ ഫ്ലൈറ്റുകൾ ക്യാൻസൽ ആയി തുടങ്ങി, ആളുകൾ ട്രാവൽ ചെയ്യുന്നത് കുറച്ചു. അപ്പൊ തന്നെ ഇത് ഓൾമോസ്റ്റ് പെട്ടെന്ന് നമ്മൾ ലോക്ക്ഡൌൺ വന്നതോടുകൂടി തീരുമാനമായി. അപ്പൊ ഒരു കൈൻഡ് ഓഫ് ചില സിനിമയിലൊക്കെ ഉണ്ടാകുന്ന ഒരു പെട്ടെന്നുള്ള ഒരു സൈലൻസ് ഉണ്ടല്ലോ, ആ സൈലൻസ് ആയിരുന്നു. ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നുള്ള അവസ്ഥയായിരുന്നു. കാരണം പിന്നെ
ചീത്തവിളി കാണുന്നവരൊക്കെ എന്താണ്, കാണാത്ത ആൾക്കാർ ഫോണിലൊക്കെ വിളിച്ച് ഇപ്പൊ എന്തായടാ ഞാനന്ന് പറഞ്ഞതല്ലേ നിന്നോട് പോണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം എനിക്കും അറിയില്ലായിരുന്നു. പക്ഷെ എൻ്റെ ഒരു കോൺഫിഡൻസ് എന്തായെന്ന് വെച്ചാൽ എനിക്കിപ്പോ ആ സമയത്ത് ഒരു നല്ല പ്രൊഫൈൽ ഉണ്ട്. ലൈക്ക് നല്ല സ്ഥലത്തു നിന്നാണ് ബിടെക് കഴിഞ്ഞത്, പിന്നെ നല്ലൊരു പ്രൊഫൈൽ കരിയർ ഉണ്ടാക്കി തിരിച്ചു പോകാൻ പറ്റും എന്നൊക്കെ ഉള്ളതിലായിരുന്നു. അപ്പോഴാണ് ഇന്ത്യയിൽ ഒരുവിധ എല്ലാ ഗവൺമെന്റും എക്സാംസ് ക്യാൻസൽ ചെയ്തു. ഓർമ്മ ഉണ്ടെങ്കിൽ 2020 മാർച്ചിലാണ് നമ്മളുടെ ലോക്ക്ഡൌൺ വരുന്നത്. അപ്പം കേരള ഗവൺമെന്റ് മാത്രം ക്യാൻസൽ ചെയ്തില്ല, നമ്മൾ പോസ്റ്റ്പോൺ ചെയ്തേ ഉള്ളൂ. അത് ശരിക്കും നാളെ മാത്സ് എക്സാം ആണ്, ഇന്നാണ് എന്ത് ചെയ്യുന്നത് ലോക്ക്ഡൌൺ. ഓക്കെ, ആൻഡ് ഓൺലൈൻ ലേണിംഗ് എന്താന്ന് പോലും അവിടെ ആർക്കും അറിയാത്തൊരവസ്ഥയാണ്. ഇപ്പൊ എന്റെ അമ്മ ക്യാൻസൽ ചെയ്യാത്തതുകൊണ്ട് എന്റെ അമ്മായി വന്ന് പറഞ്ഞത് മോനെ പഠിപ്പിച്ചു കൊടുക്കണം, ഓ മാത്സ് മോശമാണ്, നീ വലിയ NIT ഒക്കെ അല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ എനിക്കാണെങ്കിൽ മുങ്ങാന് ഒരു വകുപ്പില്ല, എല്ലാവർക്കും അറിയാം പണിയില്ലാണ്ട് ഇരിക്കണം. അപ്പൊ മനസ്സോടെ ഓക്കെ വാന്നും പറഞ്ഞു പഠിപ്പിച്ചു. അവനാണ് ഒരു ഉഴപ്പനായിരുന്നു കേട്ടോ, അതായത് ഭയങ്കര പഠിക്കുന്ന കുട്ടിയൊന്നല്ല. അപ്പൊ തന്നെ അവൻ ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ എനിക്ക് നല്ലൊരു രസം തോന്നി. അവനും നല്ല ഇൻട്രസ്റ്റ് വന്നു, ആദ്യമായിട്ടാണ് ഇങ്ങനെ പഠിപ്പിക്കുന്നതെന്നൊക്കെയുള്ള രീതിയിൽ. അപ്പൊ ഞാൻ എൻ്റെ അടുത്തൊരു iPad ഉണ്ടായിരുന്നു, iPadൽ ഇങ്ങനെ അവന് എഴുതി കൊടുക്കും, അവൻ ചെയ്യും. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ചെയ്യാം. പിന്നെ അവന്റെ 2-3 ഫ്രണ്ട്സിനൊക്കെ കൂട്ടി വന്നു, ഈ കച്ചറ ടീംസ്. അപ്പൊ ഞങ്ങളൊരു ഗ്രൂപ്പ് സ്റ്റഡി ആയിരുന്നു അവിടെ ചെയ്തോണ്ടിരുന്നത്, ഫുൾ അലമ്പന്മാരായിട്ട്. നല്ല രസമാണ്. കാരണം ആ സമയത്ത് അവരുടെ തോട്ട് പ്രോസസ് ഒക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പം പിന്നെ എനിക്കിങ്ങനെ തോന്നി, ഞാൻ ഒരു സെൽഖാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഖാൻ അക്കാഡമി ഒക്കെ ഉണ്ട് US. അയാൾ ഓൾമോസ്റ്റ് സിമിലർ എന്താണ് ബിഗിനിങ് ആയിരുന്നു, കസിനെ പഠിപ്പിച്ചുകൊണ്ട് തന്നെയാണ്. അപ്പൊ ഞാൻ എന്നാലും ഒരു അടുത്ത സെൽഖാൻ ആവാൻ പറ്റുമോ, നമുക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. അപ്പൊ ഞാൻ ഇവനെ പഠിപ്പിച്ചു കൊടുക്കുന്നത് ഫേസ് ഒന്ന് റിവീൽ ചെയ്യാൻ എനിക്ക് അന്ന് ധൈര്യം ഉണ്ടായിരുന്നില്ല. ഈ iPadൽ എഴുതുന്നത് വീഡിയോ ആയിട്ടും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. അതായത് ഇതേപോലെ നമ്മൾ സംസാരിക്കാനും മുമ്പിൽ വെച്ചിട്ട് ഞാൻ എഴുതുന്ന അവനും അടുത്തിരുന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഞങ്ങള് ഈ സാധനം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു. ഇതേ സംഭവം നമ്മളെ ഈ ഇകോം ഷോ തുടങ്ങാനും കാരണം ഞാനിങ്ങനെ 1-on-1 മീറ്റിംഗ് പലരോട് സംസാരിക്കും. എനിക്ക് ഓർമ്മയുണ്ട്, നമ്മൾ തന്നെ മുമ്പ് പലപ്പോഴും സംസാരിക്കും. എന്തിനാ ഇപ്പൊ ഇങ്ങനെ സംസാരിക്കും, നമുക്ക് മാത്രമല്ല വാല്യൂ കിട്ടുന്നത്, എല്ലാവർക്കും കിട്ടട്ടെ, അത് ഷൂട്ട് ചെയ്യാം എന്നിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പൊ നിങ്ങൾ അങ്ങനെ യൂട്യൂബിൽ അപ്ലോഡ്, അത് ഭയങ്കര ഹിറ്റായി. കാരണം എന്താ വെച്ചാൽ അത് ഹിറ്റാവാനുള്ള റീസൺ ഒന്ന് നല്ല രസം ഉണ്ടായിരുന്നു ആ പരിപാടി. കാരണം എല്ലാവരും ഒറ്റക്ക് പഠിപ്പിക്കുന്നതിൽ അവനും കൂടെ ഉണ്ട്. ചിലപ്പോൾ ഞങ്ങൾ തമാശ പറയും, അവനെ ഞാൻ കളിയാക്കുന്നുണ്ടാവും, പറ്റിക്കുന്നുണ്ടാവും. അപ്പം ഒരു എൻജോയ്മെന്റ് പാർട്ട് അതിലുണ്ടായിരുന്നു. പിന്നെ ക്വാളിറ്റി ഉണ്ടായിരുന്നു. മാത്രമല്ല ആ സമയത്ത് ഓൺലൈൻ കണ്ടന്റ് ഒന്നും അങ്ങനെ വന്നിട്ടില്ല. അപ്പൊ ടീച്ചേഴ്സും എല്ലാവരും ചറപറ എന്ത് ചെയ്യാണ്, ഫോർവേഡ് ചെയ്ത് കൊടുക്കുക, മക്കളെ ഇത് കാണാം, ഇന്ന് എന്ത് ചെയ്യുക. പിന്നെ അന്ന് ചാനലിന് പേരൊന്നും ഇല്ല എന്ന് എൻ്റെ ഒരു ഓർമ്മ തുടക്കത്തിൽ. അതിലെ വീഡിയോ കണ്ടിട്ട് ഞാൻ ക്വസ്റ്റ്യൻ തരും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ലെവലായി. അപ്പം ഡെയിലി 100K വ്യൂവേഴ്സ് ഒക്കെ. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് സാധനം വറക്കും എന്നുള്ളത്. പിന്നെ നമ്മൾ അവരുടെ നമ്പർ കളക്ട് ചെയ്യാനുള്ള രീതിയിൽ ഞങ്ങൾ വാട്സാപ്പിൽ ഡൗട്ട് ക്ലിയറൻസ് ഒക്കെ കൊടുത്തു. അപ്പം വിൽ ഗെറ്റ് ദ കോണ്ടാക്ട്. പിന്നെ അതേപോലെ എന്തെങ്കിലും ചെയ്യാന്നുള്ള രീതിയിൽ ഒന്നും അറിയില്ല. അതേപോലെ തന്നെ കുറച്ചും കൂടെ അങ്ങോട്ട് എത്തിയപ്പോൾ ഡൗട്ട് ക്ലിയറൻസ് ഒക്കെ വാട്സാപ്പ് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ അപ്പം ഞങ്ങളൊരു ആപ്പ് സെറ്റ് ചെയ്തു. അപ്പം അങ്ങനെ അത് ഫ്രീ ആയിട്ട് തന്നെ. ആൻഡ് അതങ്ങനെ പോയി. എക്സാം കഴിഞ്ഞു, റിസൾട്ട് വന്നപ്പോഴാണ് ഒത്തിരി കുട്ടികളും പാരൻസ് ഒക്കെ ഇങ്ങനെ എന്നെ വിളിച്ച് പറയണത്, പിന്നെ എൻ്റെ മോന് ജീവിതത്തിൽ ഇതുവരെ മാത്സിൽ A+ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, സാറ് ക്ലാസ് കൊണ്ടുകൊണ്ട് എന്താണ് A+. അപ്പൊ എനിക്കും കുറച്ച് രോമാഞ്ചൊക്കെ ഫീൽ ചെയ്തു. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ഡയറക്റ്റ് ഇമ്പാക്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. മക്കളൊക്കെ വിളിച്ച് ചില കുട്ടികളൊക്കെ കരയൊക്കെ ചെയ്യണം. കാരണം ഒരിക്കൽ സ്വപ്നം കാണും, മാത്സ് ആണല്ലോ എല്ലാവരുടെ ഒരു പേടി സ്വപ്നമായി വരിക. എന്നിട്ട് നിങ്ങൾ +1 ട്യൂഷന് തുടങ്ങുമോ ചോദിച്ചു. അപ്പൊ എനിക്ക് ഇതുണ്ട്. അപ്പം ഇറ്റ് വാസ് ലൈക്ക് ഒരു ജൂലൈ 28 യെസ്, ഒരു ജൂലൈ 28 ഞങ്ങൾ എന്ത് ചെയ്തത്, ഞാനൊരു വാട്സപ്പ് സ്റ്റാറ്റസ് ഇട്ടു, +1 സയൻസ് ട്യൂഷൻ വിത്ത് എൻട്രൻസ് കോച്ചിങ്. ഒറ്റത്തവണ ഫീസ് അടക്കുകയാണെങ്കിൽ 12,000 രൂപ, 2 ഇൻസ്റ്റാൾമെന്റ് ആണ്, 6,500 ഇൻറ്റു 2 13,000 രൂപയാണെന്ന് പറഞ്ഞിട്ട്. ക്ലാസ്സുകൾ ഓഗസ്റ്റ് 3 തുടങ്ങുമെന്നും പറഞ്ഞിട്ട്. അപ്പം ഓഗസ്റ്റ് 2 രാത്രി എൻ്റെ അക്കൗണ്ടിൽ ഓൾമോസ്റ്റ് 36 lakh rupees. അങ്ങനെയാണ് എന്ത് ചെയ്തത്. അതുവരെ റവന്യൂ ഒന്നുമില്ല. ഞങ്ങള് പിന്നെ യൂട്യൂബ് അന്നേരം ഞാൻ മോണിറ്റൈസ് ചെയ്യാൻ നോക്കി. അപ്പം അതിലുള്ള പരസ്യം മുഴുവൻ ബൈജൂസിന്റെ പരസ്യ. അപ്പൊ ഞാൻ അങ്ങനെ എന്ത് ചെയ്യണ്ട, അവര് പൈസ ഉണ്ടാക്കണ്ട എന്നുള്ള രീതി. എനിക്കത് ബ്ലോക്ക് ചെയ്യുന്നൊന്നും അറിയില്ല. എനിക്കൊന്നും അതൊക്കെ ചെയ്യാൻ പറ്റും. നമ്മളെ ചാനലിൽ ആരൊക്കെ ആഡ് കൊടുക്കണം എന്നുള്ളത് നമുക്ക് അതൊന്നും എനിക്കൊന്നും അറിയില്ല. അപ്പൊ ഞങ്ങൾ അതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ എന്തുവന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഈ സംഭവം വന്നപ്പോഴാണ് എനിക്ക് ഇതിന്റെ ആ ഒരു ബിസിനസിന്റെ പൊട്ടൻഷ്യലൊക്കെ എനിക്ക് മനസ്സിലായി തുടങ്ങി. സ്കെയിലബിൾ ആണ് എന്നൊക്കെ ഉള്ളത്. അപ്പം ഈ ഓഗസ്റ്റ് 3 ക്ലാസ് തുടങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിന്റെ ക്രെഡിറ്റ് കാർഡിൽ ഒരു ലാപ്ടോപ്പും ഒരു ക്യാമറയും ചെയ്തിട്ടുണ്ടായിരുന്നു, വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അതാണ് ആ ഫ്രണ്ടിന്റെ ക്രെഡിറ്റ് കാർഡാണ് എൻ്റെ ഫസ്റ്റ് സീഡ് ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫീ കിട്ടിയപ്പോൾ തന്നെ അത് തിരിച്ച് കൊടുത്തുകൊണ്ട്
നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷെ ഇതൊരു പ്യുവർ ലക്കായിട്ടൊക്കെ ആൾക്കാർ ഇപ്പം തോന്നുമെങ്കിലും അത് ലക്കാണെന്ന് ഞാൻ പറയില്ല. കാരണം അത് റൈറ്റ് ടൈമാണ്. അതായത് ആൻഡ് ഐ പ്രിപ്പയർഡ് എ ലോട്ട്. കാരണം ഞാൻ 2018 ബിസിനസ്സിലേക്ക് ഇറങ്ങിയതെങ്കിലും ഒരു 2013-14 മുതൽ ഇതിനെ കുറിച്ച് ഞാൻ കുറെ പഠിക്കുന്നുണ്ട്. ഇപ്പം വൈ കോമ്പിനേറ്റേഴ്സിന്റെ ഒക്കെ ഒരുവിധ എല്ലാ വീഡിയോസും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എങ്ങനെയാണ് മിക്ക സ്റ്റാർട്ടപ്പുകളും വളരെ ചെറിയ രീതിയിൽ നിന്ന് സ്കെയിൽ ചെയ്തതെന്ന് അറിയാം. ഇപ്പൊ ഡോർഡാഷിന്റെ കഥയൊക്കെ എനിക്ക് ഭയങ്കര ഫാസിനേറ്റിംഗ് സാധനമായിരുന്നു. അപ്പം അങ്ങനെയാണ് ഇപ്പം ഞങ്ങൾ എന്നിട്ട് കേരള സ്റ്റാർട്ടപ്പ് മിഷനിൽ ഒരു സ്പേസ് എടുത്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. 2 സ്പേസ്. ഞാനും എൻ്റെ ഒരു മുമ്പ് മെഡ്പോർട്ടിൽ വർക്ക് ചെയ്തൊരു ഹിബ എന്നുള്ള സ്റ്റാഫ്, അവളും ഞാനും കൂടെയാണ് കണ്ടന്റ് ഒക്കെ എടുത്ത് വീഡിയോസ് ഒക്കെ എടുത്ത് തുടങ്ങിയത്. പിന്നെ മെല്ലെ മെല്ലെ സ്റ്റാഫിനൊക്കെ വെച്ചിട്ട് കൊണ്ടുവരിക ചെയ്തു. അപ്പം ഇതിൽ എനിക്ക് ഒത്തിരി, കാരണം ഞാൻ എൻട്രൻസിനൊക്കെ NIT പഠിക്കുന്ന സമയത്ത് എൻട്രൻസിനൊക്കെ അത്യാവശ്യം ക്ലാസ്സസ് എടുക്കായിരുന്നു, പോക്കറ്റ് മണി. പക്ഷെ പിന്നെ ദുബായിലായപ്പം നാട്ടിൽ ആ ഒരു എൻട്രൻസ് കൾച്ചറുമായിട്ട് പൂർണ്ണമായിട്ട് എനിക്ക് ടച്ച് വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ടീച്ചേഴ്സൊക്കെ മെല്ലെ മെല്ലെ വന്ന് പിന്നെ നല്ല ക്വാളിറ്റിയിൽ നമ്മൾ കൊടുത്തു. ഇപ്പം എന്താ പറയുക, ഒരു 4 വർഷമായി. പിന്നെ 2024 4 വർഷമായി. ഇപ്പം നല്ല രീതിയിൽ പോകുന്നുണ്ട്. ആ 36 ലക്ഷമാണ് ഇപ്പം 3 കോടിയായത്. 3-4 കോടി 4 മന്ത്ലി യെസ്, ഒരു 4 CR ഒക്കെ ഇതിലേക്ക്. അപ്പൊ അത് ആയിക്കട്ടെ, ആ പൈസ സ്വന്തം പേഴ്സണൽ അക്കൗണ്ടിലേക്ക് വന്നു. അന്ന് കമ്പനി ഫോം ചെയ്തിട്ടില്ല. അന്നത്തെ കേസ് ഞാൻ പറഞ്ഞുതരാം. 2-3 കാര്യമുണ്ട്. ഒന്ന്, ഫസ്റ്റ് പേഴ്സണൽ അക്കൗണ്ടിലാണ് വന്നത് ഈ 30 സംതിങ്. കാരണം അത് അത്രക്കും ട്രസ്റ്റ് ഉള്ള ആൾക്കാരായിരുന്നു. നമ്മൾ എന്ത് പറഞ്ഞാലും തരുന്ന രീതി. പക്ഷെ പിന്നെ ആൾക്കാർ ഇതെന്തെങ്കിലും പേഴ്സണൽ അക്കൗണ്ടിൽ വാങ്ങുന്നു എന്നുള്ളൊക്കെ ഇത് വന്നപ്പോൾ ഞാൻ കമ്പനി രജിസ്റ്റർ ചെയ്യുക ചെയ്തത്. അപ്പൊ പേരൊന്നുമില്ല. അതായത് പേര് എന്ന് പറയുമ്പം എന്തിപ്പോ പേര് കൊടുക്കുക എന്നുള്ളത്. പക്ഷെ ഞാൻ ഇവിടെയൊക്കെ വായിച്ചിട്ടുണ്ട് പേരിലൊന്നും വലിയ കാര്യമില്ല. ഇപ്പം ആപ്പിൾ, ഒരു ജ്യൂസ് കടക്ക് പോലും ആരും എന്ത് ചെയ്യില്ല ആപ്പിൾ എന്ന് പേരിടില്ല. അതാണ് എന്ത് ചെയ്തത് അവര് ആപ്പിൾ, ഗൂഗിൾ, ഗൂഗിൾ. അപ്പം മറ്റേ കമ്പനിയുടെ പേര് മെഡ്പോർട്ട് ആയിരുന്നു. അപ്പൊ ഇത് എജ്യൂപോർട്ട്, അത് മാത്രം. എന്നിട്ട് ഇപ്പം ലോഗോ ഡിസൈനിന്റെ കേസ് തന്നെ പറയുകയാണെങ്കിൽ, പിന്നെ എനിക്കന്ന് മെഡ്പോർട്ടിന്റെ സമയത്ത് ചില ബാനേഴ്സ് ഒക്കെ ഉണ്ടാക്കി തരാൻ ഒരു പയ്യനുണ്ടായിരുന്നു. അവനെ കൊണ്ട് ചെയ്യിപ്പിക്കുക. ഫ്രീലാൻസർ ആണ്, ചെറിയ പൈസക്കാണ്, നമുക്ക് ഇത്ര കൊടുക്കാനുണ്ടായിരുന്നുള്ളൂ. അപ്പം അവൻ എജ്യൂപോർട്ടിന്റെ ഒരു ലോഗോ വേണമെന്ന് പറഞ്ഞു. അവന് ഒരു ലോഗോ ഉണ്ടാക്കി തന്നു. അപ്പൊ 4 കളർ കോമ്പിനേഷൻ. ഇപ്പൊ നമ്മളുള്ള ആ ഓറഞ്ച് ബ്ലാക്കും അതിലുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഇത് മതി എന്ന് പറഞ്ഞു. അപ്പം എന്നിട്ട് നീ ഇതിന്റെ ഒരു ഹൈ ക്വാളിറ്റി സാധനം എന്താന്ന് പറഞ്ഞു. അപ്പോൾ എത്ര ചോദിച്ചിട്ട് പിന്നെ അവന് തരുന്നില്ല. അപ്പൊ അവൻ പറഞ്ഞത് എന്റെ ലാപ്ടോപ്പ് അടിച്ചുപോയി, പിന്നെ ഇത് അപ്പൊ നന്നായി കിട്ടാൻ എത്ര സമയം, കുറെ സമയം എടുക്കും. കാരണം ലോക്ക്ഡൌൺ ആണ്, ഷോപ്പൊന്നും തുറന്നിട്ടില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, എന്നാൽ ഞാൻ ഇത് ഏതെങ്കിലും എന്റെ ഫ്രണ്ടിനെ കൊണ്ട് പിന്നെ ഇതൊന്ന് ഹൈ ക്വാളിറ്റി ആക്കി കൂടെ ഞാൻ ചോദിച്ചു. അപ്പൊ അവൻ പറഞ്ഞു ആയിക്കോട്ടെ, കുഴപ്പമില്ല. കാരണം അവന് ഇതില്ലാത്തോണ്ടല്ലോ. അപ്പൊ ഞാനിത് വേറെ ഇതേപോലെ ഫ്രീലാൻസ് എടുക്കുന്ന ഒരു പയ്യനെ കൊണ്ട് എന്ത് ചെയ്തു, ഇതിന്റെ ഒന്ന് HQ ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞു. അവനത് ഉണ്ടാക്കി തന്നു. അപ്പം അവന് മറ്റേ ആൾക്ക് കാശൊന്നും കൊടുത്തില്ല, കാരണം അവൻ നല്ല സാധനം തന്നില്ല. അപ്പൊ ഇവനോട് ചോദിച്ച എത്ര പൈസ പറഞ്ഞ, സാധാരണ 1000-2000 ഒക്കെ വാങ്ങുന്നതാണ്. പറഞ്ഞു നിങ്ങൾ ഓൾറെഡി തന്നത് ഞാൻ വലുതാക്കിയിട്ടല്ലേ ഉള്ളൂ, ഒരു 400 രൂപ തന്നാൽ മതി. അപ്പം എജ്യൂപോർട്ടിന്റെ ലോഗോ എന്ന് പറയുന്നത് 400 രൂപ കോസ്റ്റില്ല. അപ്പൊ അങ്ങനെ ലോഗോ ഇട്ടു, ഇത് വന്നു. ആൻഡ് കമ്പനിയും ഞങ്ങൾ രജിസ്റ്റർ ചെയ്തു. അപ്പം കമ്പനി രജിസ്റ്റർ ചെയ്യുമ്പോൾ ഞാൻ ഓൾറെഡി, അപ്പം ശരിക്കും മെഡ്പോർട്ട് അവിടെ അബ്രപ്റ്റ്ലി സ്റ്റോപ്പ് ചെയ്തിട്ടുള്ള ആണല്ലോ ഞാൻ എജ്യൂപോർട്ടിലേക്ക് വന്നത്. അപ്പം മെഡ്പോർട്ടിൽ എനിക്ക് എന്തുണ്ടായിരുന്നു, കോ-ഫൗണ്ടേഴ്സ് ഉണ്ടായിരുന്നു, 3 ആൾക്കാരുണ്ടായിരുന്നു. അപ്പം അവർ ജോലി ചെയ്തിട്ട് ഫണ്ട് ചെയ്യാണ്, ഞാൻ ജോലി വിട്ടിട്ടാണ് അത് കൊണ്ടുവരുന്നത്. അപ്പം അവരെയും കൂടെ എജ്യൂപോർട്ടിന്റെ പാർട്ടാക്കണം എന്ന് എൻ്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് എല്ലാവരും പല സ്ഥലത്താണ്. അപ്പം എല്ലാവരും ഇതൊന്നും കൊണ്ടുവരാൻ ഞാനൊരു 1% കമ്പനി, OPC പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ള ഒരൊറ്റ ഡയറക്ടർ ആയിക്കൊണ്ട് നമുക്കൊരു പ്രൈവറ്റ് ലിമിറ്റഡ് എടുക്കാം. അങ്ങനെ കമ്പനി രജിസ്റ്റർ ചെയ്തു, ബാങ്ക് അക്കൗണ്ട് എടുത്തു. പിന്നെ അതിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞങ്ങളത് പൂർണ്ണമായിട്ടും പ്രൈവറ്റ് ലിമിറ്റഡിലേക്ക് മാറ്റി. അവരൊക്കെ എന്ത് ചെയ്തു, സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഒക്കെ ആക്കി മാറ്റി. അവരൊക്കെ ഇപ്പം കോ-ഫൗണ്ടേഴ്സ് ആയിട്ട് ഫുൾ ടൈം ഉണ്ടോ? ഒരാൾ മാത്രമേ ഫുൾ ടൈം ഉള്ളൂ, ബാക്കി ആൾക്കാർ പാർട്ട് ടൈം ആയിട്ട് തന്നെയാണ്. ഓക്കെ. അപ്പം എന്റെ ചോദ്യം പറഞ്ഞു കഴിഞ്ഞാല്, ഈ എട്ടക്ക് ഇങ്ങനെ പറയും, ഇത് ബേസിക്കലി എഡ്യൂക്കേഷൻ ഓൺലൈൻ കൊടുക്കണേനാണോ എട്ടക്ക് എന്ന് ശരിക്കും പറയുന്നത്? ശരിക്കും പറഞ്ഞാല് ഒരു വർഷം മുമ്പ് വരെയാണ് ഈ ചോദ്യമെങ്കിൽ എജ്യൂപോർട്ടിന്റെ കേസിലെ സത്യമാണ്. ഞങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ടീച്ചേഴ്സിനെ കൊണ്ട് ക്ലാസ് എടുപ്പിച്ചിട്ട് കുറഞ്ഞ പൈസക്ക് വിൽക്കുകയാണ് ഇത്രയും കാലം ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. കാരണം ഇപ്പോൾ നമ്മളെ നാട്ടിൽ ഇപ്പോൾ ഒരു ട്യൂഷൻ സെന്റർ, ഇപ്പോൾ വടകരയോ നിന്റെ നാട്ടിൽ എവിടെയാണെങ്കിലും, പിന്നെ അവിടെ ആ നാട്ടിൽ കിട്ടുന്ന ബെസ്റ്റ് ടീച്ചേഴ്സ് ആയിരിക്കും. അപ്പൊ ചിലപ്പോൾ ഒരു ട്യൂഷൻ സെന്റർ ഒക്കെ ആകുമ്പോൾ മാത്സിന്റെ അടിപൊളി ടീച്ചർ ആയിരിക്കും, ഫിസിക്സ് പോരായിരിക്കും, ബയോളജി ഓക്കെ ആയിരിക്കും, അങ്ങനെയാണ് ഉണ്ടാവും. പക്ഷെ നമ്മളുടെ കേരളത്തിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ടീച്ചേഴ്സാണ് ഓരോ ക്ലാസ്സിലും എന്ത് ചെയ്യുന്നത്, ക്ലാസ് എടുക്കുന്നത്. ഫുൾ ടൈം ഈ ടീച്ചേഴ്സ് ഫുൾ ടൈം ഞങ്ങൾക്ക് ഫുൾ ടൈം ഉണ്ട്. ഞങ്ങൾക്ക് ഒരു 50+ ഫാക്കൽറ്റീസ് ടീച്ചേഴ്സ് മാത്രമേ ഉണ്ട്. അപ്പം ഇവരുടെ ക്ലാസ് റെക്കോർഡ് ചെയ്തിട്ട് ചെറിയ പൈസക്ക് വിൽക്കലാണ്
എഡ്ടെക് എന്നൊക്കെ പറഞ്ഞ ഇത്രയും കാലം നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഞങ്ങളുടെ ആഗ്രഹം ശരിക്കും അതല്ല. അവിടെയാണ് എഡ്ടെക്കിന്റെ റോളും വരുന്നത്. അതായത് ഇപ്പം ഒരേ ക്ലാസ്സിൽ ഒരേ ടെക്സ്റ്റ് ബുക്ക് പഠിച്ച് ഒരേ ടീച്ചറെ ക്ലാസ് കേട്ട് ഒരേ ഹോംവർക്ക് ചെയ്താലും പല കുട്ടികളും പല ലെവലാണ്. കറക്റ്റ്. അപ്പം അത് ഫണ്ടമെന്റലി എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു 1-to-many സിസ്റ്റമാണ്. അതെ. ഓക്കെ, അതായത് ഒരു ടീച്ചറും ഒരുപാട് കുട്ടികൾക്ക് വേണ്ടി. അത് ഭയങ്കര എഫിഷ്യന്റ് ആണ്, പക്ഷെ എഫക്റ്റീവ് അല്ല. അപ്പം ഇറ്റ്സ് മെയ്ഡ് ഫോർ ദ ആവറേജ് സ്റ്റുഡൻസ് ആണ് ശരിക്കും. അതായത് ആവറേജ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് ടീച്ചേഴ്സ് പഠിപ്പിക്കുക. ഇപ്പൊ ബ്രൈറ്റ് ആയിട്ടുള്ള കുട്ടികൾ എന്ത് ചെയ്യും, അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. ബിലോ ആവറേജ് കുട്ടികളാണെങ്കിലോ എന്താ സംഭവിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാവില്ല. എനിക്കൊക്കെ അതെ എന്ത് തേങ്ങയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് 10ാം ക്ലാസ് വരെ എൻ്റെ ഒക്കെ അവസ്ഥ ഇത് തന്നെയായിരുന്നു. ഓക്കെ, ആൻഡ് ഇത് ശരിക്കും അതെ സത്യമാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞൊരു 100 വർഷത്തിന് ശേഷം 100 വർഷത്തില് വളരെ കുറച്ച് മാറ്റം മാത്രമേ എഡ്യൂക്കേഷൻ ഫീൽഡ് സംഭവിച്ചിട്ടുള്ളൂ. ബാക്കി ഇപ്പൊ ഫോൺ ആയിക്കോട്ടെ, കാർ ആയിക്കോട്ടെ, 100 വർഷത്തെ ഫോണും ഇപ്പത്തെ ഫോണും അല്ലെ കാറും എന്ത് നമുക്ക് ചിന്തിക്കാനേ പറ്റൂല. പക്ഷെ എഡ്യൂക്കേഷൻ ഇപ്പൊ ഷാനിന്റെ ഫാദർ എങ്ങനത്തെ ക്ലാസ് റൂമിലാണോ ഇരുന്നത് അതേ ക്ലാസ് റൂമിൽ തന്നെ ആയിരിക്കും ഷാനും ഇരുന്നുണ്ട്. ഇനിയിപ്പോ ഷാനൊരു കുട്ടിയായാലും അവനും അതുപോലെ തന്നെ ഇരിക്കാം. ചിലപ്പോൾ എന്തായിരിക്കും ഒരു ബോർഡിന് പകരം ഒരു പ്രൊജക്ടറോ ഡിജിറ്റൽ ബോർഡൊക്കെ വന്നിട്ടുണ്ടാവും. ഓക്കെ, പക്ഷെ ശരിക്ക് ഞാൻ വിശ്വസിക്കുന്നത് പേഴ്സണലൈസ്ഡ് ലേണിംഗ് ആണ് കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. അതായത് എൻ്റെ ഒരു കോൺസെപ്റ്റ് എന്താ വെച്ചാൽ എവ്രിബഡി ക്യാൻ ലേൺ എവ്രിതിങ്, ബട്ട് ദ ഓൺലി ഡിഫറൻസ് ഈസ് ദ ടൈം ടേക്കൺ എന്നാണ്. അത് എല്ലാവർക്കും എല്ലാം പഠിക്കാൻ പറ്റും, പക്ഷെ ആ സമയം എടുക്കുന്നില്ല എന്താണ് വ്യത്യാസമുണ്ട്. അപ്പൊ ഷാന്റെ കേസിൽ ചിലപ്പോൾ ടീച്ചർ ക്ലാസ് പറയുമ്പോൾ തന്നെ എന്ത് ചെയ്യും, ഷാൻ അത് മനസ്സിലാക്കും. അപ്പൊ നിന്നെയാണ് എന്താ പുലി ബ്രൈറ്റ് എന്താ പറയുക പഠിപ്പി എന്നൊക്കെ പറയാം. ചിലപ്പം വേറെ ചില കുട്ടികൾക്ക് എന്തായിരിക്കും അതൊന്നും കൂടെ ആലോചിച്ച് നോക്കേണ്ടി വരും. അപ്പൊ എനിക്കാണ് ചിലപ്പോൾ ആലോചിച്ച് നോക്കി വീട്ടിലിരുന്ന് കുറെ സമയം ഇരുന്ന് പഠിച്ചാലാണ് എന്ത് എനിക്കത് മനസ്സിലാവും. പക്ഷെ എല്ലാവർക്കും അത് പറ്റും. അപ്പം അത് ഒരു ജനറ്റിക് ഇതാണോ അല്ലെങ്കിൽ ഹൗ ഈസ് ദാറ്റ് ഹാപ്പനിങ്? അത് ജനറ്റിക് ഇതാണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് നേർച്ചേർഡ് എന്നാണ് പറയാം. അതായത് ഇപ്പൊ പല സബ്ജക്റ്റുകളും എസ്പെഷ്യലി ഇപ്പൊ മാത്സിന്റെ ഒക്കെ ഒരു പ്രശ്നം എന്താ വെച്ചാല് അതൊരു വീട് എടുക്കുന്ന പോലെയോ സൈക്കിൾ പഠിക്കുന്നതൊക്കെ പോലെയാണ്. ഓരോ സ്റ്റെപ്പും ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം 1ാം ക്ലാസ്സിലെ മാത്സ് നമുക്ക് നന്നായിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ 2ാം ക്ലാസ്സിലെ ബുദ്ധിമുട്ടായിരിക്കും. കറക്റ്റ്. ആ 3ാം ക്ലാസ്സിലേക്ക് കുറച്ചും കൂടെ ബുദ്ധിമുട്ടാവും. അപ്പം പക്ഷെ നമ്മളുടെ സിസ്റ്റം ഇപ്പൊ എങ്ങനെയാ, 1ാം ക്ലാസ്സിൽ മാത്സിൽ പരീക്ഷ നടത്തുന്നു, നിനക്കൊരു 40% കിട്ടിയാലും നീ 2ലേക്ക് എത്തും. ഇപ്പൊ അതും വേണ്ട, എല്ലാവരും ഓൾ പാസ് ആണ്. അപ്പം അത് നമ്മൾ വേറെ രീതിയിൽ ഇപ്പൊ ഒരു വീട് എടുക്കാൻ നോക്കാം. അപ്പൊ നമ്മളിത് തറ കെട്ടുന്നു, ഒരാൾ ഇൻസ്പെക്ഷന് വരുന്നു, മര്യാദയ്ക്ക് സെറ്റൊന്നും ആയിട്ടില്ല, എന്നാലും ഐ വിൽ ഗിവ് 80%. എന്നിട്ട് എന്ത് ചെയ്യും, നമുക്ക് ചുവര് വാർക്കാം. അപ്പം അങ്ങനെയുള്ളൊരു രീതിയിലാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ എഡ്യൂക്കേഷൻ സിസ്റ്റം പോകുന്നത്. അപ്പം ശരിക്കും 1ൽ പെർഫെക്റ്റ് ആയിട്ട് പഠിപ്പിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, 2ലേക്ക് എത്തണം. അപ്പം അത് പേഴ്സണലൈസ്ഡ് ലേണിംഗിൽ പറ്റും, 1-on-1 പറ്റും. അതായത് ഇപ്പം എന്നെ ഏത് കുട്ടീനെ തന്നാലും മാത്സ് 10ാം ക്ലാസ് ഞാൻ അവന് A+ വാങ്ങിക്കൊടുക്കും. 1-on-1 ആണെങ്കിൽ നിനക്കും പറ്റായിരിക്കും ഏതെങ്കിലും നിന്റെ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്. ഇപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണോ നിന്റെ, അല്ലെ ഷോപ്പിഫൈയോ. കാരണം നമുക്ക് അവരെന്ത് ചെയ്യാൻ പറ്റും, അവരെ അസസ് ചെയ്ത് എന്താണ് അവരുടെ സ്ട്രെങ്ത്, എന്താണ് അവരുടെ വീക്ക്നെസ് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് പഠിപ്പിക്കാൻ പറ്റും. അല്ല അപ്പൊ ഞാൻ ചോദിക്കട്ടെ, പിന്നെ നമ്മളെ അപ്പൊ വെസ്റ്റേൺ കൺട്രീസിൽ ഇങ്ങനെയാണോ? അല്ല, അവിടെയാണ് ഇത്. ഇപ്പം ഈ 1-on-1 ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ 1-on-1 ഭയങ്കര ആളാണ്. പക്ഷെ ഞങ്ങൾക്ക് 1-on-1 ഇല്ല എന്ന് മാത്രമേ ഞങ്ങളത് തുടങ്ങിയില്ല. കാരണം എന്താ വെച്ചാൽ 1-on-1 അത് പ്രാക്ടിക്കലി കുറച്ച് പ്രശ്നങ്ങൾ. അത് നേരത്തെ എഫിഷ്യന്റ് ആണ്, പക്ഷെ എഫക്റ്റീവ് ആണ്, പക്ഷെ എഫിഷ്യന്റ് അല്ല. കാരണം എന്താ വെച്ചാൽ ഒന്ന് പിന്നെ ഭയങ്കര പൈസയാവും. കറക്റ്റ്, ശരിയാണ്. രണ്ടാമത്തത് ഇത് സ്കെയില് കൂടുന്നതിനനുസരിച്ച് ക്വാളിറ്റി കുറയും. ഇപ്പൊ കുട്ടികളുടെ എണ്ണം കൂടുമ്പോൾ അത്രയും നല്ല ടീച്ചേഴ്സിന് എന്ത് ചെയ്യില്ല, കിട്ടൂല. അപ്പൊ ഒരു പോയിന്റിലെത്തും, ഫുള്ള് നെഗറ്റീവ് ആവും, താഴോട്ട് വരും, പിന്നെ എത്തും. അതായത് ലോകത്ത് എന്തില്ല 1-on-1 ഭയങ്കര സക്സസ്ഫുൾ മാതൃകകളില്ല. ഇതാണ് റീസൺ. കുട്ടികളുടെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ ഇത് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ടെക്നോളജി എനാബിൾ ചെയ്തുകൊണ്ട് പേഴ്സണലൈസ്ഡ് ലേണിംഗ് കൊണ്ടുവരാനാണ്. അതാണ് ശരിക്ക് എഡ്ടെക് കൊണ്ട് എൻ്റെ ഒരു ഡെഫിനിഷൻ. അതായത് കുട്ടികൾ 1-to-many പോലെ തന്നെ ക്ലാസ് റൂമിലിരുന്ന് നമ്മൾ ഓൺലൈൻ ക്ലാസ് കാണും. അതിനുശേഷം അവർ പ്രാക്ടീസ് ചെയ്യുന്നത് പേഴ്സണലൈസ്ഡ് ആയിരിക്കും. അതായത് നീയും ഞാനും +1 പഠിക്കുകയാണെങ്കിൽ ആദ്യത്തെ ചോദ്യം നിനക്കും എനിക്കും എന്തായിരിക്കും, ഒരേ ക്വസ്റ്റ്യനാണ് കിട്ടുക. അതേ സ്ഥാനത്ത് 2ാമത്തെ ക്വസ്റ്റ്യൻ നീ ആ ക്വസ്റ്റ്യൻ ശരിയാക്കിയിട്ടുണ്ട് നിനക്ക് ഒരു രീതിയിൽ. ഇപ്പം ഇവന് കുറച്ചും കൂടി വേഗത്തെ ശരിയാക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ല ക്വസ്റ്റ്യൻ ആയിരിക്കും നിനക്ക് കിട്ടുക. ഞാൻ തെറ്റിപ്പോയാൽ അതിന്റെ സൊല്യൂഷൻ പറഞ്ഞു തന്നിട്ട് അതുപോലത്തെ ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്ത് ആ പാത്ത് ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പം നമ്മൾ അങ്ങനെയാണ് പേഴ്സണലൈസേഷൻ, ക്വസ്റ്റ്യൻസിലൂടെയാണ് പ്രാക്ടീസിലൂടെയാണ് പേഴ്സണലൈസേഷൻ. പക്ഷേ ഇൻ ഫ്യൂച്ചർ നമ്മൾ എന്ത് ചെയ്യും, വീഡിയോസിലും കൂടെ എന്ത് ചെയ്യും, ഞങ്ങൾ ആ പേഴ്സണലൈസേഷൻ കൊണ്ടുവരും. അതായത് +1 പഠിക്കുന്ന കുട്ടികൾ പല രീതിയിലാണ് പഠിക്കുക. അൾട്ടിമേറ്റ്ലി എന്ത് ചെയ്യും, എല്ലാവരും നല്ല ലെവലിലേക്ക് എത്തുന്നുണ്ട്. അതായത് നല്ല ബ്രൈറ്റ് ഉള്ള കുട്ടി വേഗം ഹയർ ലെവലിലേക്ക് പോയിട്ട്
നല്ല ക്വസ്റ്റ്യനിലേക്ക് എത്തും. ഇപ്പൊ നമ്മൾ ഈ കരുതുന്ന സോക്കോൾ ബിലോ ആവറേജ് കുട്ടികളൊക്കെ ആണെങ്കിലും മെല്ലെ മെല്ലെ നല്ലൊരു പൊസിഷനിലേക്ക് എത്തും. ബേസിക്കലി നിങ്ങൾ മെന്റേഴ്സ് ആവും, ശരിക്കും മെന്റേഴ്സ് സ്കെയിലാവും. അതായത് ടെക്നോളജിയാണ് എന്ത് ചെയ്യുക, ഇവന്റെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഒക്കെ കണ്ടുപിടിക്കുക. ഏത് ക്വസ്റ്റ്യൻ ആണ് ഇപ്പം നമ്മളിപ്പോ ഒരാൾ മാത്സ് പഠിപ്പിച്ച് ഒരു ക്വസ്റ്റ്യൻ കൊടുത്തു, അവൻ തെറ്റിക്കഴിഞ്ഞാൽ എന്നാൽ അതുപോലത്തെ വേറൊന്നും കൂടെ നമ്മൾ കൊടുക്കൂലേ. പക്ഷേ നമ്മളുടെ പരമ്പരാഗത സിസ്റ്റത്തിൽ ആ സാധനം ഇല്ല. അത് ഞങ്ങൾ എന്ത് ചെയ്യും, ഈ ഒരു ഇത് കൊണ്ടുവച്ചിട്ട് ചെയ്യുന്നതാണ് നമ്മളൊരു. അതിപ്പോ എവിടെ എത്തി? അത് ഞങ്ങൾ ഓൾറെഡി അഡാപ്റ്റ് എന്നുള്ളൊരു സിസ്റ്റം കൊണ്ടുവന്നു. അതിലിപ്പോ ഓൾറെഡി എന്ത് ചെയ്തു, ക്വസ്റ്റ്യൻ ബേസ് ചെയ്തുകൊണ്ടുള്ള പേഴ്സണലൈസ്ഡ് ലേണിംഗ് എന്താണ് ഓൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ ഒരു വർഷമായിട്ട് വളരെ എഫക്റ്റീവായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മുന്നോട്ട് പോകുന്നുണ്ട്. പല കുട്ടികൾക്കും കൺസിഡറബിൾ ഇമ്പ്രൂവ്മെന്റ് വരുന്നുണ്ട്. ദിസ് ഡസൻ മീൻ എന്താ പറയുക, എല്ലാവരും പിടിച്ച് IIT എത്തിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി ഒരു 40% കിട്ടുന്ന കുട്ടിക്ക് 70-80% ഒരു കേരളത്തിലെ ഏതെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് കോളേജ് കിട്ടേണ്ട ആളെ NIT കിട്ടേണ്ട ആൾ IIT എത്തിക്കാൻ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾക്കിതിൽ. ഇത് നല്ലൊരു മോഡലാണ്. അതായത് 1-on-1 ഒരിക്കലും സ്കെയിലബിൾ അല്ല. കാരണം ഇപ്പം ഷാന് ഒരാളെ പഠിപ്പിക്കുകയാണെങ്കിൽ ഷാനിന് മാക്സിമം 10 ആളെ പഠിപ്പിക്കാം. അപ്പൊ ഷാന്റെ റവന്യൂ അവിടെ നിന്ന്. അപ്പൊ ഷാൻ എന്ത് ചെയ്യും, എനിക്ക് എങ്ങനെ കൂടുതൽ ആൾക്കാരെ പഠിപ്പിക്കാം, കൂടുതൽ പൈസ ഉണ്ടാക്കാന്ന് ആലോചിക്കും. അതെ, ശരിയാണ്. അതെ. അപ്പം ഇതാണ് ടെക്നോളജി എനാബിൾഡ് പേഴ്സണലൈസ്ഡ് ലേണിംഗ് ആണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം EdTech. ആൻഡ് ഇതായിരിക്കും ഫ്യൂച്ചർ കേട്ടോ. അതായത് ഇപ്പൊ US-ലും ചൈനയിലൊക്കെ, ഇപ്പം ഞാനിപ്പോ നെക്സ്റ്റ് വീക്ക് ഫിൻലാൻഡ് പോകുന്നുണ്ട് മറ്റേ സ്ലഷിന് വേണ്ടിയിട്ട്. US-ലും ചൈനയിലൊക്കെ ഇത് റിലേറ്റഡ് ആയിട്ട് സ്ലഷ് അവിടുത്തെ ഒരു ടെക് കോൺഫറൻസ് ആണ്. സ്ലഷ് എന്നാണ് തോന്നുന്നത് ഫിൻലാൻഡിലുള്ള. അപ്പം ഫിൻലാൻഡിന്റെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഭയങ്കര നല്ലതാണെന്നൊക്കെ പറയുന്നത്. അപ്പൊ എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് അറിയാനും കൂടെ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഞാൻ US ചൈനയെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ നീ അതിന്റെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ മിക്കവാറും ക്ലാസ് റൂമിലൊക്കെ കുട്ടികൾ ടാബ് എടുത്താണ് വരുന്നത്. കാരണം എന്താ വെച്ചാൽ ആ ടാബാണ് ടീച്ചർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഇവൻ കുറച്ച് വീക്കാണ്. അപ്പം ശരിക്ക് കുറച്ചും കൂടി ഇന്ററാക്ഷൻസ് ഒക്കെ ഇതിലൂടെ കൂടുക ചെയ്യാം. കറക്റ്റ്. അതായത് നന്നായി പഠിക്കുന്ന കുട്ടികൾ അവരൊരു സൈഡിൽ നിന്ന് ക്വസ്റ്റ്യൻ ചെയ്ത് പോയിക്കോളും. പക്ഷെ അത്ര നന്നായി പഠിക്കാത്ത കുട്ടികളെ അടുത്തിരുത്തി ടീച്ചേഴ്സിന് എന്ത് ചെയ്ത് കൊടുക്കാൻ പറ്റും, പഠിച്ച് ക്ലിയർ ആക്കി കൊടുക്കാൻ പറ്റും. കാരണം ഡാറ്റ മുഴുവൻ ടീച്ചറിന്റെ ഡാഷ്ബോർഡിലെത്തും. അപ്പം അതാണ് ഞങ്ങൾ സ്വപ്നം കാണുന്ന കിണാശ്ശേരി. അതാണ് ഞങ്ങളുടെ EdTech. എനിക്ക് ഇത് പറഞ്ഞപ്പോ എന്റെ വാർഡന്റെ ഓർമ്മ വന്നു. കമ്പ്യൂട്ടർ ഹോസ്റ്റലിൽ കൊണ്ടുവരാൻ സമ്മതിക്കാത്ത ഒരു വാർഡൻ എഞ്ചിനീയറിംഗ് കോളേജിൽ. അടിപൊളി. ഈ അപ്പൊ നിനക്ക് നല്ല പ്രായം ഉണ്ടാവാൻ ചാൻസ് ഉണ്ടല്ലോ. ഞാൻ എന്നേക്കാളും പ്രായമുണ്ട്. ആണല്ലേ? ഞങ്ങളെ സമയത്ത് വൈഫൈ ആയിരുന്നു ഇല്ലാത്തത്. വയർഡ് ഇന്റർനെറ്റ് അടക്കം കോളേജിൽ എത്തിയിട്ടുണ്ട്. അല്ലല്ല, അതാണ് അവിടെ ഒരു കൾച്ചർ സെറ്റിംഗ് ഉണ്ട്. അതായത് ഒരു കമ്പ്യൂട്ടർ യൂസ് ചെയ്യാൻ പറ്റാത്ത കോളേജ് ആണെങ്കിൽ there is a problem. There is a serious problem. അപ്പൊ അത് നമുക്ക് നേരത്തെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. അതായത് ഇപ്പം ഇത് ചെയ്ത് കഴിഞ്ഞാൽ 10 കൊല്ലം കൊണ്ട് ഇപ്പൊ നമ്മൾ ഇകോം ഷോ ചെയ്യുന്ന എന്തിനാ, ഇത് ആക്ച്വലി എഡ്യൂക്കേഷൻ ആണ്. അതായത് ഇങ്ങനൊക്കെ പരിപാടികൾ ഉണ്ട്. ഇതൊക്കെ ചെയ്താലേ നിങ്ങൾ അടുത്ത ലെവലിലേക്ക് പോകണം. അല്ലെങ്കിൽ വിൽ ബി പിന്നെ എന്താ പറയാ, പല കാലഘട്ടത്തിൽ പല ആക്ടിവിസ്റ്റുകൾ ഉണ്ട്, പല മൂവ്മെന്റ്സ് ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് ആ മൂവ്മെന്റ്സ് ഒക്കെ ഉണ്ടാവാനുള്ള റീസൺ മനസ്സിലാവുന്നത്. നിങ്ങൾ ചെയ്യുന്നത് ഒരു മൂവ്മെന്റ് ആണ്. 1-on-1 പേഴ്സണലൈസ്ഡ്, ഓരോ കുട്ടിയും ഡിഫറെന്റ് ആണ്. പക്ഷേ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം അന്നും ഫാക്ടറിയിലെ കുറെ തൊഴിലാളികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സിസ്റ്റമാണ്. അപ്പം അത് മാറ്റിയിട്ട് അപ്പൊ അങ്ങനത്തെ ഇതൊന്നും ഇനിയിപ്പോ എന്ത് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ, അതായത് നമ്മുടെ AI റെവല്യൂഷൻ ഞാൻ മനസ്സിലാക്കുന്നത് എന്താ വെച്ചാൽ, ഓരോ കാലഘട്ടത്തിലും ലോകത്തിൽ വമ്പിച്ച മാറ്റങ്ങൾ കൊണ്ടുവന്ന കുറെ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഏറ്റവും അതിന്റെ ഹിസ്റ്റോറിക്കൽ ടൈം ലൈൻ ഒന്നും എനിക്ക് ഓർമ്മയില്ല. നമ്മളെ ടയർ കണ്ടുപിടിച്ചത് ഒരു ഹ്യൂജ് ഹ്യൂമൻ പ്രൊഡക്ടിവിറ്റി കൂട്ടിയ സംഭവമായിരുന്നു. പിന്നെ ഡീസൽ എൻജിൻസ് കണ്ടുവന്നു, പിന്നെ ഇലക്ട്രിസിറ്റി വന്നു, പിന്നെ കമ്പ്യൂട്ടർ വന്നു, പിന്നെ ഇന്റർനെറ്റ് വന്നു. മൊബൈൽ ഫോണിനെ പോലും അതിന്റെ ഇതിൽ നമ്മൾ കൂടുതൽ ഇന്റർനെറ്റ് ആണ് അതിനെ ചെയ്യിപ്പിച്ചത്. ആൻഡ് അത് ആ സമയങ്ങളിലൊക്കെ ഹ്യൂമൻ പ്രൊഡക്ടിവിറ്റി വേറെ ലെവലിൽ എത്തിയിട്ടുണ്ട്. അതുപോലത്തെ ഒരു സാധനമാണ് എന്ത് ഈ AI കൊണ്ടുവരാൻ പോകുന്നത്. മാസീവ് ചേഞ്ച് ആണ്. AI ഇപ്പൊ അതിന്റെ എന്താ പറയാ സ്റ്റാർട്ടിങ് സ്റ്റേജിലാണ്. അത് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഒത്തിരി ഇപ്പം എനിക്കൊക്കെ തോന്നുന്നുണ്ട്. എനിക്കിപ്പോ ആസ് എ ഫൗണ്ടർ എനിക്കൊരു 10 ആൾക്കാരെങ്കിലും അസിസ്റ്റൻസ് വേണമായിരുന്നു. പക്ഷെ എനിക്കിപ്പോ അത് 3 ആളേ ഉള്ളൂ. ബാക്കി ഒരു 7 ആളെ പണി AI ചെയ്യുന്നുണ്ട്. എങ്ങനെ മീറ്റിംഗ്സ് എന്ത് സംസാരിക്കണം, എന്താണെന്ന് പറയേണ്ടത് കാര്യങ്ങളൊക്കെ അവര് കൃത്യമായി, അതും സ്റ്റാർട്ടിങ് സ്റ്റേജിലാണ്. ആൻഡ് പിന്നെ ഇപ്പം ടെസ്ല അവരുടെ അതിന്റെ പേര് പറഞ്ഞത് റോബോട്ട് ഇറക്കിയിട്ടുണ്ട്. ആൻഡ് ഹ്യൂമനോയിഡ് അങ്ങനെയാണ് അതിന്റെ അതെ റൈറ്റ്. അപ്പം ഇത്രയും കാലം റോബോട്ടുകൾ ഉണ്ട്. പക്ഷെ റോബോട്ടുകൾ വാസ് ഡിസൈൻ ടു ഡു എ സ്പെസിഫിക് ടാസ്ക്. ഉദാഹരണത്തിന് ഈ ഗ്ലാസ് എടുത്ത് ഇവിടെ വെക്കുക എന്നുള്ളത്, അത് മാത്രമേ അത് ചെയ്യുള്ളൂ. ഒരു പ്രൊഡക്ഷൻ ലൈനിലൊക്കെ ആണെങ്കിൽ ഡോർ എടുത്ത് ഫിറ്റ് ചെയ്യുക, സ്ക്രൂ ചെയ്യുക എന്നുള്ളത്. അപ്പം പക്ഷെ ഇനി അങ്ങനെയല്ല. ഇനി
എന്ത് പണിയും ചെയ്യാൻ പറ്റുന്ന ഇന്റലിജന്റ് ആയിട്ടുള്ള റോബോട്ടുകൾ. അപ്പം ഒരുപാട് ഇപ്പം ഇലോൺ മസ്ക് ഒക്കെ പറയുന്നത് എന്താ വെച്ചാൽ ഈ ലേബർ ഇന്റൻസീവ് ആയിട്ടുള്ള എല്ലാ ജോലികളും റീപ്ലേസ് ചെയ്യാനാണിത്. ആമസോണിന്റെ പിന്നെ വെയർ ഹൗസുകളിലൊക്കെ ഇനി മനുഷ്യന്മാരുണ്ടാവില്ല. അപ്പം അങ്ങനെയാകുമ്പോൾ നമുക്ക് എന്തല്ല ഫാക്ടറി തൊഴിലാളികളല്ല ഇനി ആവശ്യമുള്ളത്. ഇനി AI-നോടും കൂടെ കിടപിടിക്കുന്ന ഹ്യൂമൻ ഇന്റലിജൻസ് ഉള്ള ആൾക്കാരെയാണ്, അല്ലെങ്കിൽ അത്രയും കഴിവുള്ള ആൾക്കാരാണ് ഇനി അങ്ങോട്ട് നമുക്ക് ആവശ്യമുള്ളത്. അല്ലെങ്കിൽ ആൾക്കാർ ഒബ്സൊലീറ്റ് ആവും. അതായത് നമ്മുടെ ഇവനോട് തന്നെ സാം ആൾട്ട്മാനോട് തന്നെ ചോദിക്കുന്നുണ്ട് ഈ AI ജോലി നഷ്ടപ്പെടുത്തുക എന്നുള്ളത്. അപ്പം ഇതുവരെയുള്ള ഞാൻ ഈ പറഞ്ഞ ഇലക്ട്രിസിറ്റി ആയിക്കോട്ടെ, കമ്പ്യൂട്ടർ ആയിക്കോട്ടെ, ഇന്റർനെറ്റ് ആയിക്കോട്ടെ, ജോലി ഒരുപാടൊന്നും നഷ്ടപ്പെടുത്തിയിട്ടില്ല. അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തിയതിന്റെ അത്ര തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ കേസിൽ അവൻ പറയുന്നതെന്ന് വെച്ചാൽ നഷ്ടപ്പെടുത്തും. നമ്മുടെ ലോകത്ത് എന്ത് വരും, യൂണിവേഴ്സൽ പെൻഷൻ സ്കീമുകൾ വേണ്ടി വരും. ജോലിയില്ലാത്ത ആൾക്കാർ, അതെ, അതായത് ജോലിയില്ലാത്ത ആൾക്കാർ ഒരുപാട് ഉണ്ടാവും. അവർക്ക് എന്താണ് ഒരു രീതിയിൽ ജീവിക്കാനുള്ള പൈസ കൊടുക്കണം. അപ്പം ആ ലെവലിലാണ് എന്ത് ചെയ്യുന്നത് AI കൊണ്ടുവരുന്ന മാറ്റം. അപ്പം നമുക്ക് ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം പോരാ. അപ്പം അതിലാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ നമ്മളിപ്പം നിങ്ങൾ ഇപ്പോഴാണ് ശരിക്കും ഞാനൊക്കെ വിചാരിച്ചിരുന്നത് EdTech എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈനിൽ എഡ്യൂക്കേഷൻ കൊടുക്കുക, അതായിരുന്നു ഇത്രയും കാലം. പക്ഷെ നിങ്ങൾ അടുത്തൊരു ലെവലിലേക്ക് പോകും. അപ്പൊ നിങ്ങൾക്ക് അപ്പൊ അത്രയും കൂടുതൽ എഞ്ചിനീയേഴ്സ് ഇപ്പം കമ്പനിയിലുണ്ടോ? ഉണ്ട്. ഞങ്ങൾക്കൊരു 20ഓളം കിഡിലൻ എഞ്ചിനീയേഴ്സ് ഉണ്ട് കമ്പനി. ഞങ്ങളൊരു ടെക് കമ്പനി ആയിട്ട് അറിയപ്പെടാനാണ് നമ്മളുടെ ഒരു ആഗ്രഹം. ഓക്കെ. അപ്പൊ ഇത്രയും കാലം നിങ്ങളൊരു ട്യൂഷൻ ഓൺലൈൻ ലേണിംഗ്, അതായത് പക്ഷെ മറ്റൊരു പാർട്ട് ഉണ്ട് കേട്ടോ. ഞങ്ങൾ തുടക്കത്തിലെ ഈ വിഷൻ ആയിരുന്നെങ്കിൽ ഞങ്ങൾ എന്നേ പൂട്ടിപ്പോയനെ. നമുക്ക് റവന്യൂ ഒന്നും കിട്ടാൻ പറ്റും. ഇതൊരു വളരെ സ്ലോ സംഭവമാണ്. നമ്മൾ പല സ്റ്റേജിലും ഒത്തിരി എന്തുണ്ട്, ഞങ്ങൾ ടെസ്റ്റ് ഔട്ട് ചെയ്യുന്നുണ്ട്, ട്രയൽ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്, AB ടെസ്റ്റിങ് നടത്തുന്നുണ്ട്. എന്നിട്ടാണ് ഒരു കറക്റ്റ് ഫോർമുലയിലേക്ക് എത്തുന്നത്. ഇപ്പോഴും അതൊരു 100% ആയിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ശരിക്കും ഞങ്ങളൊരു വേറെ സ്റ്റേറ്റിലൊന്നും പോകാത്തത്. എനിക്ക് കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ മലയാളത്തിൽ നിന്ന് എന്ത് ചെയ്യണം, ആ സാധനം ഫിഗർ ഔട്ട് ചെയ്യണം, വിച്ച് ഇസ് ബെസ്റ്റ് ഫോർ ദ സ്റ്റുഡൻസ്. അതിനുശേഷം ഞങ്ങൾ ബാക്കി ലാംഗ്വേജ് ഒക്കെ എക്സ്പാൻഡ് ചെയ്യാന്നൊക്കെ ഒരു രീതിയിലാണ്. ആ ബേസ് നിങ്ങൾ പറഞ്ഞ പോലെ തറ സെറ്റ് ആണെങ്കിൽ പിന്നെ അങ്ങോട്ട് എത്ര ബർജലീഫ് ഉണ്ടാക്കാം. പക്ഷെ ആ തറ കുറച്ചൊരു നമുക്കൊരു യുണീക്ക് സാധനം എത്തിയിട്ട് ബാക്കി സ്റ്റേറ്റിലേക്കും എക്സ്പാൻഷൻ ഒക്കെ പ്ലാൻ ചെയ്താൽ മതി എന്നതാണ് ഞങ്ങൾ എല്ലാവരും കൂടെ എടുത്ത ഡിസിഷൻ. അതാണ് നമ്മൾ ഞാൻ ഇപ്പോഴും ആലോചിക്കും, ശരിക്കും നമ്മളൊരു ഫുൾ ഫ്ലെജ്ഡ് ബിസിനസ് പ്ലാൻ ഉണ്ടാക്കിയിട്ട് തുടങ്ങണോ, അല്ലെങ്കിൽ എന്താണോ അറിയുന്നത് അവിടുന്ന് തുടങ്ങണോ എന്നില്ല. അത് നിങ്ങളുടെ അഭിപ്രായം. ഞാനിപ്പോ നേരെ സാധാരണ ഇപ്പം ലെഗസി പ്ലേയേഴ്സ് ഒക്കെ പറയുമ്പോൾ ബിസിനസ് പ്ലാൻ കൊണ്ടുവരും, ഹൗ മച്ച് ഫണ്ട് ഡു യു നീഡ്, ഇത് മൊത്തം പ്ലാൻ ചെയ്തിട്ടൊരു 3 കൊല്ലം 4 കൊല്ലത്തെ പ്ലാൻ ഒക്കെ കൊടുക്കും. പക്ഷെ ഇപ്പൊ നിങ്ങൾ തുടങ്ങിയല്ലോ, അപ്പൊ നിങ്ങളൊരു അഭിപ്രായം എന്താ, എങ്ങനെയാണ് ഒരാൾ തുടങ്ങുന്നത്? അതായത് ഞാൻ തുടങ്ങും ഇതിനെ കുറിച്ച് എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, അതായത് വലിയ ബിസിനസ് പ്ലാനുകളൊന്നും ഇല്ലാതെയാണ് ഞാൻ തുടങ്ങുന്നത്. പക്ഷെ ഞാൻ അത്യാവശ്യം വായിക്കാറുണ്ട്. ഈ ബിസിനസ് ഒക്കെ തുടങ്ങിയതിന് ശേഷമാണ്. അതിന് മുന്നേ വായിക്കേണ്ടതായിരുന്നു. കോളേജിലൊക്കെ എന്താക്കി എന്നുള്ളത് എനിക്കിപ്പോഴും സങ്കടം. ഞാൻ 34-ാമത്തെ വയസ്സിലാട്ടോ വായന തുടങ്ങി. അതായത് കോളേജ് സമയത്തൊക്കെ ഞാൻ ഒരു സാധനവും ചെയ്തിട്ടില്ല. കുറേ സിനിമ കാണാം, കുറേ അന്ന് ഫേസ്ബുക്കിലിരിക്കുക, കളിക്കുക, എൻജോയ് ചെയ്യലായിരുന്നു. ആ സമയത്ത് ഒരു ബുക്കൊക്കെ എടുത്ത് വായിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴുള്ളതിനേക്കാളും വലിയ നിലയിലെത്തിയെന്ന് എനിക്ക് തോന്നാറുണ്ട്. പക്ഷെ ഇതിൽ 2 ആസ്പെക്ട് ഉണ്ട്. ഒന്ന്, ബിഗിൻ വിത്ത് ദ എൻഡ് ഇൻ മൈൻഡ് എന്നുള്ളത് വളരെ നല്ലൊരു കോൺസെപ്റ്റ് ആണ്. നമ്മുടെ 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിൾ എന്നുള്ള ബുക്കിൽ അത് ഒരു ചാപ്റ്റർ ആയിട്ട്, ഒരു ഹാബിറ്റ് ആയിട്ടാണ്. അതായത് നമ്മുടെ എൻഡ് പ്രൊഡക്റ്റ് നമ്മളെ മനസ്സിൽ കണ്ടുകയാണെങ്കിൽ കുറച്ചും കൂടെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അതിലേക്ക് എത്താൻ പറ്റും. ഓക്കെ. അപ്പം വാട്ട് ഐ വുഡ് സേസ് യു ഷുഡ് ഹാവ് വെരി വെരി ലോങ് ടേം പ്ലാൻ ഉണ്ടായിരിക്കണം, ഒരു ലോങ് ടേം വിഷൻ ഉണ്ടായിരിക്കണം, പിന്നെ ഒരു 10 year പ്ലാൻ ഉണ്ടായിരിക്കണം, ഒരു 5 year ഉണ്ടായിരിക്കണം, ഒരു 1 year ഉണ്ടായിരിക്കണം, ഈവൻ ഒരു 3 months പോലെ അടുത്ത 3 മാസം നമ്മൾ എന്ത് ചെയ്യുന്നെന്ന് കൂടെ ഉണ്ടെങ്കിൽ ഈ 2 പ്രോബ്ലങ്ങളും സോൾവ് ചെയ്യും. ഇപ്പം എൻ്റെ ഒക്കെ ഒരു കേസിൽ ഞങ്ങൾക്ക് ഒന്നാമത് ഈ റവന്യൂ എനിക്ക് ബേൺ ചെയ്തുകൊണ്ടുള്ള ബിസിനസ്സിനെ കുറിച്ച് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പം റവന്യൂ ജനറേറ്റ് ചെയ്യണം എന്നുള്ളതുകൊണ്ട് ഡെഫിനറ്റ്ലി നമുക്ക് ഓരോ 3 മാസം, ഇനി അടുത്ത മാസം എന്ത് കോഴ്സ് ലോഞ്ച് ചെയ്യുന്നുള്ളത് നമുക്ക് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഞങ്ങൾ അൾട്ടിമേറ്റ് വിഷനും നമ്മളെ കയ്യിലുണ്ട്. അപ്പം ആ ഒരു രീതിയിൽ ചെയ്യുന്നതായിരിക്കും നന്നാവാന്നാണ് എനിക്ക് തോന്നുന്നത്, ഒരു ഓവർ എ ലോങ് റൺ. ആൻഡ് പിന്നെ ഡോണ്ട് സ്റ്റിക്ക് ഇറ്റ് വിത്ത്, അതിന് എല്ലാ കാലത്തും അതന്നെ പിടിച്ചു നിൽക്കണം എന്ന് ഇല്ല. ചിലപ്പോൾ ദാറ്റ് വാസ് എ ബാഡ് ഐഡിയ എന്ന് പറഞ്ഞ് വി ഷുഡ് ഡ്രോപ്പ് ദാറ്റ് ആൻഡ് മൂവ് ഓൺ എന്നുള്ളതും ഒരു പാർട്ടാണ്. കറക്റ്റ്. പക്ഷെ നിങ്ങൾ ഇപ്പൊ നിങ്ങളൊരു കേസിൽ നിങ്ങൾ തുടങ്ങി അവിടെ എത്തിയതല്ലേ? തുടങ്ങി അവിടെ എത്തിയതാണ്. തുടങ്ങിയതുകൊണ്ട്. പക്ഷെ
ഈ തുടങ്ങണ സമയത്ത് ഇങ്ങനൊക്കെ ചെയ്യാൻ പറ്റും, ഇങ്ങനൊക്കെ ആവും, ഇത്രയും കുട്ടികൾ വരും, ഇത് നമുക്ക് ഐഡിയ ഇല്ലല്ലോ. അത് സ്റ്റാർട്ട് വിത്ത് സ്മോൾ ആയപ്പോഴും നല്ലതെന്ന് തോന്നുന്നു. നമ്മുടെ ഡോർ ഡാഷ് ആണെന്ന് തോന്നുന്നു ആ ഒരു ഫസ്റ്റ് ഈ സ്വിഗ്ഗി അല്ലെങ്കിൽ സൊമാറ്റോന്റെ ഒക്കെ ഫസ്റ്റ് കൺസെപ്റ്റ് വാസ് ഡോർ ഡാഷ്. അവർ തുടങ്ങിയ കഥ ഞാൻ വായിച്ചിട്ടുണ്ട്. അയാൾ തന്നെ പറയുന്നത്, അതിന്റെ ഫൗണ്ടർ തന്നെ. അതായത് സ്റ്റാൻഫോർഡിലായിരുന്നു തോന്നുന്നു, സ്റ്റാൻഫോർഡ് ഹവാർഡ്, ഓക്കെ. അവിടെ അവൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ എന്നും സിഗരറ്റ് വാങ്ങാൻ പോകുന്ന ഒരു ഗ്രോസറി കടയിൽ ഒരു അമ്മച്ചിയുണ്ട്. അപ്പൊ അമ്മച്ചി ഒരു ദിവസം ഇങ്ങനെ ഭയങ്കര സങ്കടം പറഞ്ഞു, എന്ത് എനിക്ക് കുറെ ടെലിഫോണിൽ ഓർഡേഴ്സ് വരുന്നുണ്ട്, പക്ഷെ എനിക്ക് ഡെലിവറി ചെയ്ത് എത്തിക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് അവൻ എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ ഒരു വെബ്സൈറ്റ്, ബൈ ഓൺലൈൻ ഇൻ സ്റ്റാൻഫോർഡ് എന്നുള്ളൊരു വെബ്സൈറ്റ് ഇട്ടിട്ട് അതിന്റെ ചെറിയ ഇത് അടിച്ചിട്ട് എല്ലാ ചുമരിലും എന്ത് ചെയ്യും, സ്റ്റിക്ക് ചെയ്യും, ഈ അമ്മച്ചിയുടെ സ്റ്റോറിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ട്. എന്നിട്ട് ആൾക്കാർ ഓർഡർ ചെയ്യുമ്പോൾ ഇവൻ അവിടുന്ന് സാധനം വാങ്ങിയിട്ട് കൊണ്ടുകൊടുക്കും. അപ്പൊ അങ്ങനെയാണ് തുടങ്ങിയത്. അപ്പം അതാണ് ഏറ്റവും ബെസ്റ്റ് എന്നാണ് എനിക്ക് മനസ്സിലായത്. പല ഓൺടർപ്രണേഴ്സും ചെയ്യുന്ന ഒരു വലിയ പ്രശ്നം എന്താ വെച്ചാല് ഒത്തിരി വലിയ കാര്യം ചെയ്യാനാണ് തുടക്കത്തിലേ നോക്കുക. ആൻഡ് വി ഡോണ്ട് നോ വാട്ട് കസ്റ്റമേഴ്സ് തിങ്സ് ഇനീഷ്യലി. അപ്പൊ ഞങ്ങളൊക്കെ ഒത്തിരി മാറ്റങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുപാട് പൈലറ്റിങ് നടക്കുക, പലതും എക്സ്പീരിയൻസിലൂടെ മാത്രമാണ്. ഞങ്ങൾ ഭയങ്കര സംഭവം എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയ പലതും കുട്ടികൾക്ക് വേണ്ടി ഇതിപ്പോൾ എന്താന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചു. അപ്പം ചെറിയ രീതിയിൽ ചോദിച്ചു വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് എക്സ്പാൻഡ് ചെയ്ത് പോകുന്നതായിരിക്കും നല്ലതെന്ന് എൻ്റെ ഒരു തോട്ട്. പക്ഷെ യു ഷുഡ് ഹാവ് എ ക്ലിയർ പിക്ചർ വൈ യു ആർ ഡൂയിങ് ദിസ് എന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. വിൽ നെവർ ഗെറ്റ് റിഗ്രറ്റ്. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, സ്റ്റാർട്ട് വിത്ത് വൈ, സൈമൺ സെനക്കിന്റെ ഞാൻ വായിച്ചിട്ടുണ്ട്. പണ്ട് എനിക്കറിയില്ലായിരുന്നു ഈ വൈ എങ്ങനെ കണ്ടുപിടിക്കും, വൈ ഷുഡ് ഐ ഡു ഇറ്റ്. ഇപ്പൊ എനിക്ക് വളരെ ക്ലിയർ കട്ട് ഐഡിയ ഉണ്ട്. അതായത് ആളുകൾക്ക് ഓൺലൈൻ ടൂൾസ് അല്ലെങ്കിൽ ഡിജിറ്റൽ മീഡിയ യൂസ് ചെയ്യാൻ അറിയില്ല. ഐ വാണ്ട് ടു എഡ്യൂക്കേറ്റ് ദം അബൌട്ട് ദിസ്. നിങ്ങൾ തുടങ്ങിയ സമയത്ത് നിങ്ങൾ അന്ന് പിന്നെ മെഡ്പോർട്ട് ആയിരുന്നു, കോവിഡ് വന്നു, അങ്ങോട്ട് തുടങ്ങിയതാണ്. പക്ഷെ ഈ വൈ അന്നില്ലായിരുന്നു. ഈ വൈ ആയോ വന്നത് എപ്പോഴാണ്? വൈ ആയി വന്നത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം നീ പറഞ്ഞതുപോലെ തന്നെ നമ്മളന്ന് ചുമ്മാ ട്യൂഷൻ, ആ സമയത്ത് ഓൺലൈനിലേക്ക് ആൾക്കാർക്ക് ട്യൂഷൻ സെന്റർ ഒക്കെ മാറാനുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അവിടെ കയറിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഹിറ്റ് ചെയ്തത്. ഓക്കെ, പക്ഷെ പിന്നെ നമ്മൾ കുട്ടികളോടൊക്കെ ഇന്ററാക്ട് ചെയ്യുമ്പോഴൊക്കെയാണ് എന്ത് ഈ ഗ്യാപ്പ് നമുക്ക് മനസ്സിലാവും, ഫീൽ ചെയ്യുന്നത്. അതായത് ദർ ഇസ് എ ഹ്യൂജ് ഗ്യാപ്പ് ഇൻ എഡ്യൂക്കേഷൻ. പിന്നെ ചിലതൊക്കെ ഇത് അന്ന് ഞാനും അനുഭവിച്ചിട്ടുണ്ടായിരുന്നു, എന്നെ ഇങ്ങനെ പഠിപ്പിച്ചത്. അപ്പം അവിടെ നിന്നാണ് എനിക്ക് മനസ്സിലായത് എന്താ വെച്ചാല് ആ ഒരു കറക്റ്റ് പാത്ത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും എന്നുള്ളത്. അപ്പൊ പിന്നെയാണ് അത് പിന്നെയും അത് വൈ ആണോ എന്നൊക്കെ ഉള്ളത് ഇപ്പൊ അടുത്ത് ഞാൻ വായിച്ച സ്റ്റാർട്ട് വിത്ത് വൈയും അതേപോലെ തന്നെ ബിയോണ്ട് ഓണർഷിപ്പ് ഒക്കെ വായിച്ചപ്പോഴാണ് വിഷൻ വേണം, മിഷൻ വേണം, പർപ്പസ് വേണം എന്നൊക്കെ മനസ്സിലായത്. പക്ഷെ അൾട്ടിമേറ്റ്ലി അങ്ങനെ ഒരു ഇതിലേക്ക് നമ്മൾ എത്തും. അതിലെത്തിയാനുള്ള ഒരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മൾ ചെയ്യുന്ന കാര്യം ഭയങ്കര എൻജോയ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. ചെറിയ ചെറിയ ഫെയിലിയേഴ്സ് ഒക്കെ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ബിക്കോസ് വി ഹാവ് എ ബിഗർ ഗോൾ എന്നുള്ള ഒരു പാർട്ടാണ്. അതെ, മീൻസ് ഇപ്പോഴാണ് എനിക്കൊന്ന്, ഇപ്പം ഐ എം 38. സോ ഇപ്പോഴാണ് എനിക്ക് ശരിക്കും ഞാൻ നല്ലോണം മെനക്കെടുണ്ട്. ഞാൻ ഡെയിലി ജിമ്മിൽ പോകുന്നുണ്ട്, വേണമെങ്കിൽ കൂടിക്കോ. ഞാൻ ഫിറ്റ്നസ് സ്റ്റൈല്. അപ്പൊ അവിടെ ഭയങ്കര പണിയെടുപ്പിക്കട്ടോ, ചോര തുപ്പിക്കോന്നൊക്കെ പറയല്. എനിവേസ്, അപ്പം പിന്നെ ഈ 38 ആയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് വാട്ട് ഈസ് മൈ വൈ. ഇതൊക്കെ പണ്ടേ വായിച്ചിട്ടുണ്ട്. വൈ വേണം, എന്താ വാട്ട്, ഹൗ, ഇതൊക്കെ വേണം, മറ്റേ ഗോൾഡൻ സർക്കിള്, ഇതൊക്കെ വായിച്ചിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും എനിക്ക് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. വൈ ഷുഡ് ഐ ബി ഡൂയിങ് ദിസ്? ഇപ്പം അജാസിനെ സംസാരിച്ച് എനിക്ക് മനസ്സിലായത് ആ വൈ വരാൻ കുറച്ച് സമയം എടുക്കും, ഫിഗർ ഔട്ട് ചെയ്യാൻ സമയം. വൈ ഇല്ലാതെ ബിസിനസ് റൺ ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. വൈ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ രസമായിരിക്കുന്നു മാത്രമാണ്. കറക്റ്റ്. കാരണം ഞാനിപ്പോ അത് അനുഭവിക്കുന്നുണ്ട്. കാരണം എന്ത് ചെയ്തു കഴിഞ്ഞാലും ആക്ച്വലി വർക്ക് ഡസന്റ് ഫീൽ ലൈക്ക് വർക്ക് എനിമോർ. ഇതിപ്പോ നമ്മളൊരു പ്രോബ്ലം സോൾവ് ചെയ്യുക, നമ്മൾ എട്ടെക്കിനെ കുറിച്ച് സംസാരിക്കുകയാണ്. പക്ഷെ അവിടെ ഞാൻ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നുണ്ട്. അതായത് എന്താണ് എട്ടെക്, എങ്ങനെയാണ് നിങ്ങൾ ഓൺലൈൻ ബിസിനസ് ചെയ്യേണ്ടത്. പിന്നെ ആസ്പയറിംഗ് ഓണ്ടർപ്രീനേഴ്സ് ഉണ്ടെങ്കിൽ ആദ്യം തന്നെ എജുപോർട്ട് നോക്കി, എജുപോർട്ട് ഇത്ര റവന്യൂ ഉണ്ടാക്കുന്നുണ്ട്, എനിക്ക് അത്ര വലിയ ആപ്പ് ഉണ്ടാക്കണം. ഡേ 1 നിങ്ങൾക്ക് ആപ്പ് ഇല്ല. നിങ്ങൾ ജസ്റ്റ് നിങ്ങളെ കസിനെ പഠിപ്പിക്കുന്നു, യൂട്യൂബിൽ ഇടുന്നു. ഇത്രയും ആലോചിക്കേണ്ട ആവശ്യമുള്ളൂ. പക്ഷെ പലരും നോക്കിയിട്ട് വലിയ വലിയ കമ്പനീസ്, ഇപ്പം ബൈജൂസ് ഒരു നല്ല എക്സാമ്പിൾ അല്ല. പക്ഷെ ഒരു കാലത്ത് എല്ലാവരും ബൈജൂസ് പോലൊരു കമ്പനി എനിക്കും ഉണ്ടാക്കണം, അല്ലെങ്കിൽ എൻട്രി പോലൊരു കമ്പനി ഉണ്ടാക്കണം. അപ്പൊ ഇതിന്റെ ഒക്കെ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ആൾക്കാർ നോക്കണ ആ ഒരു എന്താ പറയാ ടോപ്പ് ലെയറിലുള്ള ടീമിനെ മാത്രമാണ്. പക്ഷെ വാട്ട് ആർ അതേഴ്സ് ഡൂയിങ്? അതായത് ഇപ്പല്ല എജുപോർട്ടിനല്ല കാണുന്നത്, 2019 അല്ല 2020
ജൂലൈയിൽ എന്റെ ഫസ്റ്റ് വീഡിയോയിലൊക്കെ ഇങ്ങനെ ഞാൻ എടുത്ത് നോക്കുമ്പോൾ എനിക്ക് കണ്ണും മര്യാദയ്ക്ക് തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം ഞാൻ രാത്രി 3 മണി വരെയൊക്കെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇതിന്റെ വർക്കൊക്കെ ചെയ്ത് പ്രിപ്പയർ ഒക്കെ ചെയ്ത് രാവിലെ 6 മണിക്ക് വന്നിട്ടാണ് വീഡിയോ ഷൂട്ട് ചെയ്യുക. ശരിക്കും ആ കണ്ണ് മുഴുവൻ തുറക്കാൻ പറ്റാത്തതൊക്കെ ആ വീഡിയോസിൽ കാണാൻ പറ്റും. അപ്പം ശരിക്കും നന്നായിട്ട് നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. സ്ട്രഗിൾ ചെയ്യാതെ എവിടെ മുന്നോട്ട് പോകില്ല എന്നാട്ടോ. കറക്റ്റ്. പക്ഷെ ആൾക്കാർ കാണുന്നത് 2024 എജുപോർട്ടിനെ ബാക്കിയുള്ളവർ കാണുള്ളൂ. അത് 2020 ജൂലൈയിൽ എജുപോർട്ട് എന്ന കമ്പനി പേരിട്ടിട്ടില്ല. അതെങ്ങനെ തുടങ്ങിയത്? അത് അജാസ് തന്നെ വീഡിയോ എടുക്കുന്നു, അജാസ് തന്നെ എഡിറ്റ് ചെയ്യുന്നു, അജാസ് തന്നെ അപ്ലോഡ് ചെയ്യുന്നു. അപ്പൊ ഇതൊന്നും കാണാതെ ബിഗർ പിക്ചർ മാത്രം എന്നിട്ട് പോയിട്ട് ഇൻവെസ്റ്റേഴ്സിനോ പറയുന്നു എനിക്ക് ഇത്രയും പൈസ വേണോ, അവർക്ക് 400 ആൾക്കാരുണ്ട്, നമുക്കൊരു 500 ആൾക്കാരൊക്കെ വേണം, എന്നാലേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. സോ അതൊക്കെ എന്താ പറയാ ഭയങ്കര ബയസാണോ, അത് എന്തുകൊണ്ടാണ് മനസ്സിലാവാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ പഠിപ്പിക്കില്ല എന്നാണ് മനസ്സിലാക്കണത്. അതായത് മെന്റേഴ്സ് ഇല്ല. എനിക്കൊക്കെ ഏറ്റവും വലിയ മിസ് തോന്നുന്നത് when I was growing up, I did not have the right mentors. ഇതിൽ ഇപ്പൊ നമുക്ക് ഈവൻ നൗ എനിക്ക് തോന്നുന്നില്ല റൈറ്റ് മെന്റേഴ്സ് കിട്ടുമെന്നറിയില്ല. പക്ഷെ ഇപ്പം ഈ ഷോ ഒരു സോഴ്സ് ആണ്. അതേപോലെ എന്റെ ഏറ്റവും വലിയ സോഴ്സ് ആയിരുന്നു Y Combinator's വീഡിയോസ്, സ്റ്റാർട്ടപ്പ്, പോൾ ഗ്രഹാമിന്റെ പേഴ്സണൽ ബ്ലോഗ്, കാര്യങ്ങളൊക്കെ എന്നെ ഒരുപാട് എന്ത് ചെയ്തിട്ടുണ്ട്, ഹെൽപ്പ് ചെയ്തിട്ട്. അപ്പം അങ്ങനെയൊക്കെ വായിച്ചിട്ട് ഇതിലേക്ക് എത്തുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ക്ലിയർ പിക്ചർ. കാരണം എനിക്കപ്പം ആ ഡോർ ഡാഷ് എന്നെ ഭയങ്കരമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്ത്. അപ്പൊ ആ ലീൻ മോഡൽ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടോ നോക്കി അങ്ങനെ മെല്ലെ മെല്ലെ ഗ്രോ ചെയ്യാന്നുള്ളത്. ഞാനിനി വേറെ എന്തെങ്കിലും സ്റ്റാർട്ടപ്പ് തുടങ്ങുകയാണെങ്കിൽ ആ ഒരു രീതിയിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ നമ്മൾ തുടങ്ങുള്ളൂ. അപ്പം മൾട്ടിപ്പിൾ ഫീച്ചേഴ്സ് ഒന്നും വേണ്ട, ഒരു ചെറിയ സാധനം ആൾക്കാർ ഉപയോഗിക്കുന്നില്ല, അത് കൊണ്ട് മുന്നോട്ട് പോവാന്നുള്ളതാണ്. ഞങ്ങൾ തന്നെ ഈ കണ്ടന്റ് തുടങ്ങിയപ്പോ ഞാൻ കണ്ടന്റിലേക്ക് ഇറങ്ങിയല്ലോ. അപ്പൊ ദ ഐഡിയ വാസ്, എനിക്ക് 3 ആപ്പ് ഉണ്ട്. US-ലാണ് കസ്റ്റമേഴ്സ് കിട്ടുന്നത്. ICP ഐഡിയൽ കസ്റ്റമർ പ്രൊഫൈൽ US-ലാണ്. അപ്പോൾ ഇംഗ്ലീഷിൽ കണ്ടന്റ് ചെയ്തു. പക്ഷെ ആക്ച്വലി സംഭവിച്ചത് ഞാൻ കേരളത്തിനോട് പോയും ചെയ്ത്. അപ്പൊ നാട്ടുകാർക്ക് എന്നെ റിലേറ്റബിൾ അല്ലാണ്ട് വലിയ ഇംഗ്ലീഷുകാരെ അങ്ങോട്ട് എത്തിയില്ല, അറബിക്കടലിൽ വീണുപോയി. ഇതാണ് സംഭവിച്ചത്. പിന്നെ ഞാൻ പറഞ്ഞു, ഞാൻ ഡേ വണ്ണിട്ട് പറയുന്നുണ്ട് ഇതല്ല നമ്മൾ മലയാളത്തിലാണ് ചെയ്യേണ്ടത്. പക്ഷെ പിന്നെ ഫോർ സം റീസൺ എനിക്ക് ആ ബയസ് ഉണ്ട്. കാരണം എനിക്ക് കസ്റ്റമറെ കിട്ടേണ്ടത് അമേരിക്കയിലാണല്ലോ. അപ്പൊ ദെൻ അഗെയിൻ പിന്നെ ഞാൻ പറഞ്ഞു ഓക്കെ നമ്മള് പിന്നെയാണ് ഈ ഐഡിയ വരുന്നത്. അതായത് മീറ്റിംഗ് ചെയ്യുന്നത്. എടാ മീറ്റിംഗ് ഒക്കെ നമുക്ക് അപ്ലോഡ് ചെയ്യാം. മീറ്റിംഗ് അപ്ലോഡ് ചെയ്ത് ഇത് ആൾക്കാർ ഏറ്റെടുക്കാൻ തുടങ്ങി. എടാ ഇത് കൊള്ളാം, നമ്മൾ കൂടുതൽ മീറ്റിംഗ്സ് ചെയ്യാം. പോഡ്കാസ്റ്റ് ആണെന്ന് അന്ന് അറിയില്ല. ഇറ്റ് വാസ് നോട്ട് വെരി ഫാർ എവേ. ജനുവരിയിലാണ് നമ്മൾ ഇക്കൊല്ലം ജനുവരിയിലാണ് തുടങ്ങിയത്. അങ്ങനെ അത് മലയാളം ഭയങ്കര ഹിറ്റായി. നമ്മളത് പിന്നെ റീൽസ് ഇടാൻ തുടങ്ങി. ഓക്കെ ഇനി ഒന്നും നോക്കാനില്ല, ഇംഗ്ലീഷ് കണ്ടന്റ് ഇതോടെ സ്റ്റോപ്പ് ചെയ്യുന്നു. ദർ ഇസ് എ പർപ്പസ്, വൈ ഉണ്ട്, എല്ലാം ഉണ്ട്, എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങനെ അലൈൻ ചെയ്ത് വന്ന് നിൽക്കുക. ഓക്കെ, അപ്പം അജാസ് പറഞ്ഞ കറക്റ്റാ. അതായത് എനിക്കും അതന്നെ സംഭവിച്ചത്. അതായത് എന്റെ ചുറ്റുവട്ടത്ത് മെന്റേഴ്സ് ഇല്ലായിരുന്നു. ഞാൻ ആക്ച്വലി മെന്റേഴ്സ് ആയിട്ട് കാണുന്നത് ഇപ്പം പിന്നെ ജിതേന്ദ്ര ചോക്സി, ഫിറ്റ്നസിന്റെ അങ്കുർ വാരിക്കു ഫോർ ഓൾ തിങ്സ് ലൈഫ്, മണി, സ്റ്റാർട്ടപ്സ്, ഓണ്ടർപ്രീനർഷിപ്പ്. അങ്കുർ വാരിക്ക് നല്ലതാണ്, എനിക്ക് അടിപൊളി. മീൻസ് എന്നെ സംബന്ധിച്ചിടത്തോളം അടിപൊളിയാണ്. പക്ഷെ അത് കാണുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ. സോ ഇവരൊക്കെ ഭയങ്കരമായിട്ട് എനിക്ക് എല്ലാ ദിവസവും എനിക്കൊന്ന് 2020 എവറി സിംഗിൾ ഡേ ഐ വാച്ച് എ പോഡ്കാസ്റ്റ് അല്ല, അവരൊരു വീഡിയോ ഞാൻ കാണും. അന്ന് വീഡിയോ അല്ലേ, പോഡ്കാസ്റ്റ് അത്ര പോപ്പുലർ അല്ല. അപ്പം ഓൺലൈനിൽ എല്ലാം അവൈലബിൾ ആണ്. അത് കഴിഞ്ഞിട്ട് നവൽ രവികാന്ത് ഞാൻ ഒന്ന് ഓഫീസിലേക്ക് പോകുമ്പോ കേൾക്കും, തിരിച്ചു വരുമ്പോ കേൾക്കും. ആദ്യത്തിലൊന്നും മനസ്സിലായില്ല. പിന്നെ അത് മനസ്സിലാക്കി ഇപ്പൊ ഞാൻ ടീമിനെ പഠിപ്പിച്ചോണ്ട് നവലിന്റെ പോഡ്കാസ്റ്റ് കേൾക്കണം. കുറെ ലൈഫിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ഓൺലൈനിലെല്ലാം അവൈലബിൾ ആണ്. അപ്പൊ അഗെയിൻ അന്ന് ഞാൻ 2020 ഞാൻ വിചാരിച്ചില്ല ഞാനൊരു യൂട്യൂബ് ചാനൽ ഒരു കാലത്ത് തുടങ്ങും. ഒരിക്കലും എന്റെ നോട്ട് ഇൻ മൈ വൈൽഡസ്റ്റ് ഡ്രീംസ് ഇങ്ങനൊരു സംഭവം ചെയ്യും. പക്ഷെ അൾട്ടിമേറ്റ്ലി അത് കണ്ട് ഞാനും അവിടെ തന്നെ എത്തി. പിന്നെ മനസ്സിലായി ഓക്കെ ദേ ഹാവ് സോൾവ് ഫോർ ഇംഗ്ലീഷ് സ്പീക്കിംഗ് പീപ്പിൾ, ഐ വിൽ സോൾവ് ഫോർ മലയാളം സ്പീക്കിംഗ് പീപ്പിൾ. അപ്പം ബുക്സിലുണ്ട്, പക്ഷെ ഇത് പറഞ്ഞു തരാൻ പോലും ആൾക്കാരില്ലായിരുന്നു. അതായത് നീ പോയി ബുക്സ് വായിക്കി, സത്യം നീ പോയി പോഡ്കാസ്റ്റുകൾ കാണുക. ഈ ബുക്കിന്റെ ഒക്കെ ഗുണം എന്താ വെച്ചാല് ഇതിലുള്ള പല പ്രശ്നങ്ങളും, ഇപ്പൊ ഉദാഹരണത്തിന്
ഹയറിങ് ഞങ്ങൾക്ക് എന്നുള്ളൊരു പ്രശ്നമാണ്. ഇപ്പോഴും ആ പ്രശ്നമുണ്ട്. പക്ഷെ പിന്നെ ഞാൻ ബുക്കിലേക്ക് തിരിഞ്ഞത്. കാരണം എന്ന് ബിസിനസ് തുടങ്ങിയിട്ടുണ്ടോ അന്ന് മുതൽ എന്തുണ്ട്, ഹയർ ചെയ്യുക എന്നുള്ളത് ഒരു പ്രോബ്ലം ആയിട്ടുണ്ട്. അത് സോർട്ടഡ് ഔട്ട് സാധനമാണ് സംഭവം. അതേപോലെ എങ്ങനെ സെല് ചെയ്യാം, സെയിൽസ് റിലേറ്റഡ് ഒക്കെ ഒത്തിരി ബുക്കുണ്ട്. 4-5 ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ സാധനം കിട്ടും. അപ്പം അതാണ് ബുക്കിന്റെ വെൽ റിസർച്ച്. പിന്നെ ബുക്കാവുന്നത് കൊണ്ട് തന്നെ അതെന്ത് ചെയ്യുന്ന വെച്ചാൽ അവർ അത്യാവശ്യം റിസർച്ച് ഒക്കെ ചെയ്ത് അടിപൊളിയാക്കിയിട്ടേ എഴുതുള്ളൂ. അപ്പൊ കുറെ നല്ല പിന്നെ ഓതേഴ്സിന്റെ ബുക്കുകളൊക്കെ എന്താണ് എപ്പോഴും ഹെൽപ്ഫുൾ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഐ ഷുഡ് ഹാവ് സ്റ്റാർട്ടഡ് മച്ച് ഏർലിയർ എന്ന് എനിക്ക് ആ ബേസിക് നോളജ് മിസ്സിംഗ് ആ. അതായത് ബുക്സിൽ സാധനമുണ്ട്, യു ക്യാൻ ലേൺ ഫ്രം ദം. ഞാനിപ്പം എനിക്ക് സെയിൽസ് ചെയ്യണം, അതായത് ആദ്യത്തെ സ്റ്റാർട്ടപ്പ് ചെയ്തു, അതിനകത്ത് ഞാൻ ഫുൾ ടെക് ഓറിയന്റഡ് ഉണ്ടായിരുന്നു. പിന്നെ മനസ്സിലായി എത്ര ടെക് ഉണ്ടായിട്ടും കാര്യമില്ല, ഇഫ് യു ഡോണ്ട് നോ ടു സെൽ ഇറ്റ്സ് ഗുഡ് ഫോർ നത്തിങ്. ഞാൻ അങ്ങനെ പിന്നെ നമ്മളെ KPH ഗ്രൂപ്പ് ഉണ്ടല്ലോ, അപ്പൊ അതിന്റെ അകത്ത് ടോണി ഉണ്ട്. ടോണിയും അർജുൻ പിള്ള, നമ്മളെ ഡോക്ടറിന്റെ അർജുൻ പിള്ള, ഡാറ്റ ഹട്ടിന്റെ ടോണി, ഇവരൊക്കെയാണ് നമ്മളൊരു സെയിൽസിൽ ഒരു പുലികളാണ്. B2B ആയിരുന്നു അല്ലേ? അപ്പം പിന്നെ സെയിൽസിൽ ഒരു പുലികളാണ്. അത് നമുക്കൊരു ഐഡിയ ഉണ്ട്, ഇവരാണ് അതിന്റെ ആൾക്കാർ. അങ്ങനെ ടോണി IAM ഒരു ഏതൊരു ഇവന്റ് വരുന്നുണ്ട്. അപ്പൊ ഞാൻ നേരെ ടോണി പോൾ മനസ്സിലായി. അപ്പൊ ടോണി ഒരു ഇവന്റ് വരുന്നുണ്ട്. ടോണി ഇപ്പൊ നല്ല ഫ്രണ്ടാ, അന്ന് എനിക്ക് അറിയില്ല. അപ്പൊ ഞാൻ നേരെ ടോണിനെ മെസ്സേജ് അയച്ചു, ടോണി പിന്നെ എനിക്ക് സെയിൽസ് പഠിക്കണം, എനിക്കൊന്നും അറിയില്ല. 2019 അപ്പൊ ടോണി പറഞ്ഞു നോ പ്രോബ്ലം. പിന്നെ ടോണി കെൻ യു പിക്ക് മീ അപ്പ്? അപ്പൊ ഞാനിതിന് കാത്തിക്കാം. പിന്നെ ആ ഡേ ഫുൾ ടോണിന്റെ കൂടെ ഉണ്ട്. അപ്പൊ ടോണി 2 ബുക്ക് പറഞ്ഞു. ഒന്ന് നെവർ സ്പ്ലിറ്റ് ദ ഡിഫറൻസ് ബൈ ക്രിസ് വോസ്, ഒരു FBI ഇൻവെസ്റ്റിഗേറ്റർ. ഇതല്ലേ മറ്റേ നെഗോഷിയേറ്റർ, അതായത് ജീവന് വേണ്ടിട്ടാണ് നെഗോഷിയേറ്റ് ചെയ്ത്, അതായത് അവനെ കൊല്ലരുത്. റാൻസം മണി. അയാളുടെ ഇതുണ്ട് കേട്ടോ. പിന്നെ എന്താ ഒരു ഇങ്ങനത്തെ കോഴ്സസ് കൊടുക്കുന്ന ഒരു ഇതുണ്ടായിരുന്നല്ലോ, എന്റെ പേര് പറഞ്ഞു. അയാളുടെ ഒരു കോഴ്സ് ഉണ്ട് ഈ ഹൗ ടു സെൽ എന്ന്. HBR ആണോ? HBR അല്ല, ഒരു നല്ല മാസ്റ്റർ ക്ലാസ് എന്നുള്ളതിൽ ഇയാളുടെ കോഴ്സ് ഉണ്ട്. അത് ഭയങ്കര അടിപൊളിയാണ്. സെയിൽസ് ഹൗ ടു സെൽ. അങ്ങനെ അവൻ അത് പറഞ്ഞത്, നീ അത് വായിക്കി. പിന്നെ ഹൗ ടു ഇൻഫ്ലുവൻസ് പീപ്പിൾ ബൈ ഡെയിൽ കാർണഗി, ഇത് 2 വായിച്ചാൽ മതി. അത് നിന്റെ അവനൊരു കാര്യം കൂടെ, ദാറ്റ്സ് യുവർ എൻസൈക്ലോപീഡിയ, കീപ് ഇറ്റ് ഓൺ യുവർ ടേബിൾ. ഞാൻ അടുത്ത 2 വർഷം ഇതിന്റെ അകത്തിൽ എല്ലാ ടെക്നിക്കും യൂസ് ചെയ്തു. അതായത് ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യുക, ലിസൺ ചെയ്യുക, അവര് പറഞ്ഞത് വീണ്ടും അങ്ങോട്ട് തന്നെ റിപ്പീറ്റ് ചെയ്യുക. അപ്പൊ അവര് വീണ്ടും അത് ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കും. കുറെ ടൈപ്പ് ഓഫ് സ്കിൽസ് അതിനകത്ത് പറയുന്നുണ്ട്. പക്ഷെ ഇറ്റ് ചേഞ്ച് മൈ ലൈഫ് ലൈക്ക് എനിത്തിങ്. ഇപ്പം എട്ടൊക്കെ ചെയ്യാൻ ഇപ്പൊ ഒരാൾ തുടങ്ങാണ്, എനിക്ക് പിന്നെ ഓൺലൈനിൽ കോച്ചിങ് ചെയ്യണം, അല്ലെങ്കിൽ ഐ വാണ്ട് ടു ബി ലൈക്ക് എജുപോർട്ട് ഓർ എൻട്രി ഓർ ഹൂഎവർ ഇറ്റ് ഈസ്, വേർ ഷുഡ് ഐ സ്റ്റാർട്ട്? എനിക്ക് തോന്നുന്നത് യൂട്യൂബ് തന്നെയായിരിക്കും ബെസ്റ്റ് സോഴ്സ്. യൂട്യൂബ് ശരിക്കും ഇത് ഞാൻ പറഞ്ഞു കൊടുക്കാൻ പാടില്ല, എന്നാലും യൂട്യൂബിൽ അല്ല, അങ്ങനല്ല കേട്ടോ. ഇവിടെ ഒത്തിരി ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഞങ്ങളുടെ ഏറ്റവും വലിയ കോമ്പറ്റീറ്റർ ഇപ്പം സൈലമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബ്രില്യൻ പാലയോ ഒന്നും അല്ല, ബട്ട് ഇൻസ്റ്റഗ്രാമും യൂട്യൂബ് റീൽസും ആണെന്നാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് കുട്ടികളെ സമയം, അത് ഇറ്റ്സ് വെരി ഹ്യൂജ് മാർക്കറ്റ്. കേരളത്തിൽ മാത്രം ഓരോ വർഷവും 5 ലക്ഷം കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ 1ാം ക്ലാസ് മുതൽ +2 വരെ ഏകദേശം 60 ലക്ഷം കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നത്. ഇതിൽ മാക്സിമം പോയാൽ 1 ലക്ഷം കുട്ടികളാണ് ഇപ്പോഴും ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഉണ്ടാവുക. അതുകൂടാതെ മേ ബി 1 ലക്ഷം കൂടെ എന്തുണ്ടാവും, ഓഫ്ലൈനിൽ ഉണ്ടാവുമായിരിക്കാം. ബാക്കി 58 ലക്ഷം എന്താണ്, ഇതൊന്നും യൂസ് ചെയ്യാത്ത ആൾക്കാർ. സോ ദ മാർക്കറ്റ് ഈസ് സോ ബിഗ്, ദ പൈ ഈസ് സോ ബിഗ്. അപ്പൊ ആര് വന്നാലും ശരിക്കും അത് മറ്റൊരാൾക്കാർക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എന്നാണ്. അപ്പം ഞാൻ പറയാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് യൂട്യൂബിലൊരു സാധനം ഫ്രീ ആയിട്ട് കൊടുത്തിട്ട് ഇഫ് യു ആർ ഗെറ്റിംഗ് ട്രാക്ഷൻ, അങ്ങനെയാണെങ്കിൽ ആൾക്കാർ ഫീസ് തരാൻ റെഡി ആയിരിക്കും. അപ്പം അത് ട്രൈ ചെയ്തിട്ട് തുടങ്ങുന്നതാണ് നന്നാവുന്നതാണ്. കാരണം ഞാൻ മനസ്സിലാക്കുന്നത് അന്ന് ഞങ്ങൾ തുടങ്ങുന്ന സമയത്ത് എല്ലാവരും ടെക് പ്ലേയേഴ്സ് ആയിരുന്നു. അപ്പം ഞങ്ങൾ ആപ്പ് ചെയ്ത് തന്ന റഫീഖ് തന്നെ എനിക്ക് തോന്നുന്നത് ഏകദേശം 60ഓളം കമ്പനികൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ആപ്പ് ചെയ്തിട്ടുണ്ട്, ഒരൊറ്റ ഡെവലപ്പർ. ഓക്കെ, അപ്പം അതിലിപ്പം എനിക്ക് ഒരു
less than 5 ഇപ്പൊ എന്തെങ്കിലും ആക്റ്റീവ്ലി ഈ ഇൻഡസ്ട്രിയിലുള്ളൂ. അപ്പം മുമ്പ് നമ്മൾ സ്വിഗ്ഗി തുടങ്ങിയപ്പോൾ ഈ സംഭവം സ്വിഗ്ഗി ഹിറ്റായപ്പോൾ എല്ലാ നാട്ടിലും ഓരോ സ്വിഗ്ഗി ഉണ്ടായിരുന്നു. എൻ്റെ ആയഞ്ചേരി ഉണ്ടായിരുന്നു, നാദാപുരത്തും ഉണ്ടായിരുന്നു, വടകരയിലൊക്കെ ഒരു സ്വിഗ്ഗി മോഡൽ സാധനം ഉണ്ടായിരുന്നു. അപ്പം ആൾക്കാരെ വിചാരിക്കും ഇറ്റ്സ് വെരി ഈസി, ഒരു ആപ്പ് തുടങ്ങുന്നു, പിന്നെ റെസ്റ്റോറന്റ് വന്ന് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നു, വേറൊരാൾ വന്ന് കളക്ട് ചെയ്യുന്നു, പൈസ ഇവർക്കും കിട്ടുന്നു എന്നുള്ള മോഡൽ. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി എന്നുള്ളത് ഇതാണ്. അപ്പം ഇഫ് യു ആർ ഈ എട്ടക്കിലേക്ക് ഇറങ്ങണം, അല്ലെ ഓൺലൈൻ ടീച്ചിങ്, ഓൺലൈൻ ലേണിംഗ് യൂട്യൂബിൽ തുടങ്ങാം. പിന്നെ നിങ്ങൾ നല്ല ക്ലാസ് ആണെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾ തന്നെ വിളിക്കണം, ഞങ്ങളോട് കൂടിക്കോ, നീ എന്ത് ചെയ്യേണ്ട, കഷ്ടപ്പെട്ട് ബിസിനസ് ഉണ്ടാക്കി എടുക്കണം, ഞങ്ങൾ നല്ല സാലറി തരാം, അല്ലെങ്കിൽ നല്ല പാക്കേജ് തരാന്നുള്ള രീതിയിൽ കൊണ്ടുവരാം. കറക്റ്റ്, അതെ, മീൻസ് തുടങ്ങാന്നുള്ളടത്താണ്. അല്ലാണ്ട് ബൈ ദ വേ ഇതിലൊരു കാര്യം കൂടെ ഞാൻ പറയട്ടോ. ഇപ്പം ഒത്തിരി ആൾക്കാർ ഇപ്പം ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന കുട്ടികൾ ഇത് കാണുന്നുണ്ടാവുമായിരിക്കും. അപ്പം അവർക്ക് അറ്റ് ദ മൊമെന്റ് നല്ല, ഇഫ് യു ആർ എ വെരി ഗുഡ് ടീച്ചർ യു ഷുഡ് ഫോളോ ദിസ് ട്രാക്ക്, വെദർ യു വാണ്ടഡ് ടു സ്റ്റാർട്ട് എ കമ്പനി ഓർ നോട്ട്. പക്ഷെ നല്ല പാക്കേജ് ഉള്ള, നല്ല എന്താ പറയുക, ജോബ് ഓഫ് ദ ടൈമാണ് എന്ത്, ഓൺലൈൻ ആപ്പുകളിൽ ടീച്ചർ ആവുക എന്നുള്ളത്. വേറെ എവിടെ അവർ പോയാലും ഈ പാക്കേജോ ഈ ഗ്രോത്തോ ഈ റെപ്യൂട്ടേഷനോ കിട്ടില്ല. അപ്പം ആർക്കാ ഇനി ഡയറക്ട്ലി എഡ്യൂപോർട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഹയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു ടീച്ചറാണെന്ന് തോന്നുകയാണ്, നിങ്ങളെ ക്വാളിഫിക്കേഷൻ പോലും എന്തല്ല, നല്ല ടീച്ചർ ആണെങ്കിൽ നമ്മൾ എടുത്തിരിക്കും, നല്ല നൈസായിട്ട് അതും കൂടി പ്ലേസ് ചെയ്ത്. അതെ, കറക്റ്റ് ആണ്. നമ്മളൊരു ഹയറിംഗ് പ്രോബ്ലം നമുക്ക് എന്ത് ചെയ്യാം, സോൾവ് ചെയ്യാന്നുള്ളത്. ഇതെപ്പോഴും മീൻസ് ഹയറിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാന് നമ്മളെ KPH മാഫിയ, അതായത് KPH മാഫിയയിലെ ഒരു ഗുണം പറഞ്ഞു കഴിഞ്ഞാല്, പിന്നെ ഈ നല്ലതേതാ ചീത്തതേതാ കുറച്ചു കാലം ആ ഗ്രൂപ്പിൽ വെക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും വിച്ച് ഈസ് റൈറ്റ് വിച്ച് ഈസ് റോങ് എന്നുള്ളത്. അപ്പൊ നമുക്ക് കറക്റ്റ് ഇതിൻ്റെ അകത്തേക്ക് എത്താൻ പറ്റും. അതേപോലെ ഈ ഹയറിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പം ഫൗണ്ടേഴ്സ് പറയും ആളെ കിട്ടാനില്ല, ജോലി നോക്കണവർ പറയും എനിക്ക് ജോലി കിട്ടാനില്ല. ബേസിക്കലി അവിടെ ഗ്യാപ്പ് ഹ്യൂജ് ഗ്യാപ്പാണ്. അത് എഡ്യൂപോർട്ടിന്റെ ഒരു എക്സ്പാൻഷൻ എന്തായാലും സ്കില്ലിങ്ങിലേക്കായിരിക്കും. അതായത് ഇപ്പം നീ പറഞ്ഞതുപോലെ തന്നെ ഇപ്പം ഒരു 22 വയസ്സുള്ള കോഴ്സ് കഴിഞ്ഞ ആളോട് ചോദിക്കുകയാണെങ്കിൽ എവിടെയും ജോലിയില്ല, സാലറി ഇല്ല എന്ന് പറയാം. എന്നോട് ചോദിക്കുകയാണെങ്കിൽ നിന്നോട് ചോദിക്കുകയാണെങ്കിൽ നല്ല ആളെ കിട്ടുന്നില്ല എന്നാണ്. ഒരു ഹ്യൂജ് ഗ്യാപ്പ് ഉണ്ട്. അത് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലം ആണ്. കറക്റ്റ് സ്കിൽ സെറ്റ് ഉള്ള ആൾക്കാരെ ആ കാര്യം ഒന്നും കൂടെ ഈ പറയുന്നത് പോലെ ഇപ്പം നന്നായിട്ട് സംസാരിക്കാൻ കഴിയുന്ന, കുറച്ച് സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടുള്ള, അത്ര പെട്ടെന്ന് ഡൗൺ ആവാത്ത ഒരാൾക്ക് ഒരു ഗുഡ് സെയിൽസ്മാൻ ആവാൻ പറ്റും. ആൻഡ് സെയിൽസിന് ഇപ്പോഴും നാട്ടിലൊരു ചീത്തപ്പേരാണെങ്കിലും ഇത്രയും കൂടുതൽ റവന്യൂ ഉണ്ടാക്കാൻ പറ്റുന്ന, ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന വേറൊരു ഫീൽ. കാരണം എനിക്ക് തോന്നുന്നത് സെയിൽസുകാരെ ഇപ്പോഴും ആൾക്കാർ കരുതുന്ന പണ്ട് ബാഗും തൂക്കി വന്ന ആൾക്കാരെ ആ ഒരു മോഡാണ് സെയിൽസ്. പക്ഷെ അങ്ങനെയല്ല. ഇപ്പൊ ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ്, ഇപ്പം ഞങ്ങളൊക്കെ ഇപ്പം ലിങ്ക്ഡിനിലോ അല്ലെങ്കിൽ പിന്നെ ഔക്രിയിലൊക്കെ ജോബ് പോസ്റ്റ് ചെയ്യുമ്പോൾ സെയിൽസ് എന്താ റെപ്രസെന്റേറ്റീവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരും അപ്ലൈ ചെയ്യില്ല. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ്, അക്കാഡമിക് കൗൺസിലർ എന്നൊക്കെ ഇടുമ്പോൾ, അതായത് നമ്മളെ ആ സിനിമയിൽ പറയുന്നില്ല എന്ത്, അവനോട് പറയാൻ പാടില്ല ഈ പണിക്ക് വിളിക്കാണെന്ന് ഓന് തോന്നരുത് എന്ന് പറഞ്ഞതുപോലെ സെയിൽസിനാണ് എന്നുള്ളത് ഇല്ലാത്ത രീതിയിലൊക്കെ. പക്ഷെ എഡ്യൂപോർട്ട് 2020 തുടങ്ങിയതിന് ശേഷം പിന്നെ ഞാൻ ഡ്രോ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ സാലറി എല്ലാ വർഷവും എല്ലാ മാസവും ഏതെങ്കിലും ഒരു സെയിൽസ്മാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഡ്രോ ചെയ്തിട്ടുണ്ട്. നല്ല ഇതാണ്. കുട്ടികളെ ഒരു നല്ല പാത്തിലേക്ക് ഗൈഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അവർ ചെയ്യുന്നത്. അപ്പം ചീത്തപ്പേര് എന്ത് ചെയ്യണ്ട, അങ്ങനെ ഒരു സംഭവം ഇല്ല. ഇറ്റ്സ് എ വെരി ഗുഡ് കരിയർ. സെക്കൻഡ്ലി എനിക്ക് തോന്നുന്നത് ലോകത്ത് എവിടെ പോയാലും എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ആ ഒരു ജോബ് ഗ്യാരണ്ടീഡാണ്. ഏതെങ്കിലും ഫൗണ്ടർ അടുത്ത് പോയിട്ട് ഐ ക്യാൻ സെൽ ഫോർ യു എന്ന് പറഞ്ഞു നോക്ക്, മറ്റേ എന്താ പറയാ, നമ്മളെ ലാല് ഇവനെ കൊണ്ടുപോകുന്നു, ബാബുരാജിനെ കൊണ്ടുപോകണ പോലെ പോരുന്നു എന്റെ കൂടെ. അതേപോലെ ഇഫ് യു നോ ടു സെൽ, ആ ഒരൊറ്റ സ്കിൽ മതി. അപ്പൊ നവല് പറയുന്നുണ്ട്, there are 2 skills in world which you can have, either learn to sell or learn to build. ഒരുവിധം വലിയ കമ്പനിയിലൊക്കെ ഈ 2 കോമ്പിനേഷൻ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ സ്റ്റീവ് ജോബ്സ്, സ്റ്റീവ് വോസ്നിയാക്. സ്റ്റീവ് ജോബ്സ് കുഡ് സെൽ, സ്റ്റീവ് വോസ്നിയാക് ക്യാൻ ബിൽഡ്. ബിൽഗേറ്റ്സിന്റെ പോൾ അലൻ അല്ലേ കോ ഫൗണ്ടർ? പോൾ അലൻ ആണ്. പിന്നെ പോൾ അലൻ യൂസ് ടു ബിൽഡ്, സ്റ്റീവ് ജോബ്സ് അല്ല, ബിൽഗേറ്റ്സ് യൂസ് ടു സെൽ. പക്ഷെ സ്റ്റീവ് ജോബ്സിന് ഉണ്ടാക്കിക്കാനും അറിയാം. പക്ഷെ ഇത് രണ്ടും ഇല്ലൊരുത്തുണ്ട്, എലോൺ മസ്ക്. ഹി നോസ് ടു ബിൽഡ്, ഹി നോസ് ടു സെൽ. ഇനി നാളെ നിങ്ങളോട് ഒരാൾ ചോദിക്കുകയാണ് വിച്ച് സ്കിൽ ഡു യു വാണ്ട്, ഓൾവേസ് ഗോ ഫോർ ലേൺ ടു സെൽ. ഇഫ് യു ക്യാൻ സെൽ, യു ക്യാൻ ഫൈൻഡ് എ ബിൽഡർ.
ബട്ട് ഇഫ് യു ക്യാൻ ജസ്റ്റ് ബിൽഡ് യു കനോട്ട് ബി ഡിഫിക്കൽട്ട്. സെല് ചെയ്യാൻ പറ്റാത്ത സാധനം ബിൽഡ് ചെയ്തുകൊണ്ട് കറക്റ്റ്. അപ്പം ഈ സെല്ലിംഗ് എന്നുള്ളതാണ് ഏറ്റവും ബിഗസ്റ്റ് സ്കില്ല് ദാറ്റ് യു ക്യാൻ ഹാവ്. അപ്പൊ ഞാൻ പിന്നെ എൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ടപ്പ്, സെക്കൻഡ് സ്റ്റാർട്ടപ്പ്, തേർഡ് സ്റ്റാർട്ടപ്പ് തുടങ്ങിയപ്പോൾ അതുവരെ ഞാൻ ടെക് ആയിരുന്നു, ലേൺ ടു ബിൽഡ്. പക്ഷെ മൂന്നാമത്തെ സ്റ്റാർട്ടപ്പിൽ ഞാൻ തീരുമാനിച്ചു നോ ഐ വിൽ സെൽ ഫസ്റ്റ് ദെൻ ഐ വിൽ ബിൽഡ്. പക്ഷെ പിന്നെ എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ട്. ആദ്യത്തെ 2 സ്റ്റാർട്ടപ്പ് എന്തായി? ആദ്യത്തെ 2 സ്റ്റാർട്ടപ്പ് തൂഫാനായി. മൂന്നാമത്തെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. മൂന്നാമത്തെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഇത് നമ്മൾ തീർക്കണതിന്റെ മുമ്പ് വിൽ ടോക്ക് അബൌട്ട് മണി. ഞാനൊക്കെ ഒരു കാലത്ത് പിന്നെ നല്ല എക്സ്പെർട്ട് അല്ല ഞാൻ അതില്, എന്നാലും മീൻസ് ആ എക്സ്പീരിയൻസ് സംസാരിക്കാം. ക്യാമ്പസ് പ്ലേസ്മെന്റ് കിട്ടണം, നല്ല സാലറി കിട്ടണം, പിന്നെ സാലറി ഇട്ടിട്ട് എനിക്ക് നല്ല കാറ് വാങ്ങിക്കണം, അത് കഴിഞ്ഞിട്ട് എനിക്കൊരു വലിയ വീട് എടുക്കണം. പക്ഷെ ഇപ്പൊ ഒക്കെ പോയട്ടോ. ഇപ്പൊ എനിക്കറിയാം പൈസയിലല്ല കാര്യം, പൈസ ഒരു ബൈ പ്രൊഡക്റ്റ് ആണ്. സോ വാട്ട് ഡു യു തിങ്ക്, നിങ്ങളൊരു എക്സ്പീരിയൻസ് എന്താണ്, വാട്ട് ഈസ് ദാറ്റ്? മണി ഗിവ്സ് അസ് ഫ്രീഡം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം. അതായത് ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് മന്ത്ലി സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഒരു മാക്സിമം ഉണ്ട്, ലിമിറ്റ് ഉണ്ട്. ഓക്കെ, അപ്പം ആ മാക്സിമത്തിൻ്റെ മുകളിലുള്ളതൊന്നും പ്രത്യേകിച്ച് എനിക്ക് യൂസ്ഫുൾ അല്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോഴും ഞാൻ ആ മാക്സിമത്തിൻ്റെ തൊട്ട് താഴെ ഞാൻ എന്ത് ചെയ്യുന്നുള്ളൂ, എൻ്റെ ഒരു സാലറി ആയിട്ടോ കാര്യത്തിലോ ഞാൻ എടുക്കുന്നുള്ളൂ. അപ്പം പക്ഷെ എൻ്റെ എന്ന് വെച്ചാൽ അത്ര അഫ്ലുവൻ്റ് ആയിട്ടുള്ള ഒരു ഫാമിലിയിൽ നിന്നല്ല ഞാൻ വന്നത്. ലൈഫിൽ ഓൾമോസ്റ്റ് എല്ലാ സമയത്തും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഫിനാൻഷ്യൽ സ്ട്രഗിൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം എനിക്ക് ഓർമ്മയുണ്ട്, ഇപ്പം എജ്യൂപോർട്ട് തുടങ്ങിയപ്പം 2023 ആയിരിക്കും ഹോട്ടലിൽ പോയിട്ട് മെനു നോക്കി പൈസ എത്രയാണ് എന്ന് നോക്കാതെ ഞാൻ ഭക്ഷണം കഴിച്ച് തുടങ്ങിയിട്ടുള്ളൂ. 23 ശേഷം കഴിഞ്ഞ കൊല്ലേ ചെയ്തുള്ളൂ. അതിന് മുന്നേ വരെ ആണെങ്കിലും പിന്നെ എന്താണ് പൈസ നോക്കും. പിന്നെ അതേപോലെ ചില ഹോട്ടലുകളൊക്കെ കയറണം എന്ന് ആഗ്രഹിച്ചിട്ടും പൈസ ഇല്ലാത്ത കാരണം ഞാൻ അവിടെ എക്സ്പെൻസീവ് ആയിരിക്കും എന്നുള്ള രീതിയിൽ, എസ്പെഷ്യലി കാരണം എൻ്റെ ഒരു ഏൺ ചെയ്തത് മുതലുള്ള ഒരു സമയം ദുബായിലായിരുന്നു. അവിടെ എല്ലാ തരത്തിലുള്ള റെസ്റ്റോറൻറ്റുകളും ഉണ്ട്. ഇപ്പം ഞാൻ വർക്ക് ചെയ്തതിൻ്റെ തൊട്ടപ്പുറമുള്ള ഒരു ഹദൂത്ത മസ്രിയ എന്ന് പറഞ്ഞൊരു ഈജിപ്ഷ്യൻ റെസ്റ്റോറൻ്റ് ഉണ്ട്. ഭയങ്കര തിരക്കാണ്. പക്ഷെ എനിക്ക് ഒരിക്കലും എന്ത് ചെയ്യാനില്ല, അവിടെ കയറിയിട്ട് ഭക്ഷണം കഴിക്കാനുള്ള ഒരു ധൈര്യമൊന്നും ഉണ്ടായില്ല. പക്ഷെ ഇപ്പം ആ ഒരു ചോയ്സ് കിട്ടുന്നുണ്ട് എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം എൻ്റെ എയർപോർട്ട് കേടായിപ്പോയി, അപ്പം അടുത്തത് ഏത് വാങ്ങണം എന്നുള്ളതിൽ ലൈക്ക് മണി ക്യാൻ മേക്ക് എ ലോട്ട് ഓഫ് ഡിഫറൻസ്. അതാണ് ഒന്ന്. പിന്നെ രണ്ടാമത്തത് മണി ക്യാൻ ബൈ യുവർ ടൈം എന്നാണ്. നമുക്ക് സമയത്ത്, അതായത് നമ്മൾ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ ആൾക്കാരൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് അടുത്തൊരു പൈസയുടെ ഒരു സംഭവം. പിന്നെ രണ്ടാമത്തത്, ഇപ്പം ഞാൻ കഴിഞ്ഞ വീക്ക് ദുബായിലുണ്ടായിരുന്നു. അപ്പൊ ഞാൻ സ്കൈ ഡൈവ് ചെയ്തു. ഈ സ്കൈ ഡൈവ് ചെയ്യാന്നുള്ളത് അന്ന് എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. വെരി എക്സ്പെൻസീവ് ആണ് ആ സാധനം. പക്ഷെ ഇപ്പൊ എനിക്ക് എന്താണ് അധികം കുറ്റബോധം ഇല്ലാതെ ചെയ്യാൻ പറ്റും. എന്താ എക്സ്പീരിയൻസ് വാസ് സോ വണ്ടർഫുൾ. അപ്പം അങ്ങനെയുള്ള കുറെ ചോയ്സസും ഫ്രീഡവും എന്ത് ചെയ്യാൻ പറ്റും, പൈസക്ക് തരാൻ പറ്റും എന്നുള്ളതാണ്. പക്ഷെ മണി മാത്രം ഡ്രൈവ് ചെയ്തുകൊണ്ട് നമുക്കൊരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. വി ഷുഡ് ഹാവ് എ പർപ്പസ് ആൻഡ് വി ഷുഡ് ഹാവ് സം ഇമ്പാക്ട്. അല്ലാതെ എനിക്കറിയില്ല കേട്ടോ, മുമ്പത്തെ ആൾക്കാരൊക്കെ ഒരുപാട് സ്ഥലം വാങ്ങുക, സേവ് ചെയ്യുക, വലിയ വീടെടുക്കുക എന്നുള്ള സംഭവം. അപ്പം അങ്ങനത്തെ ഒരു കാര്യം എന്നെ എന്ത് ചെയ്യുന്നില്ല, എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നില്ല. എനിക്കിപ്പോഴും ഐ ഡോണ്ട് ഹാവ് എനി ലാൻഡ് ഇൻ മൈ നെയിം. ഓൾസോ വീടില്ല. അപ്പം ഞാനിപ്പോൾ ചില ഫ്രണ്ട്സൊക്കെ എൻ്റെ കൂടെ പഠിച്ച ആൾക്കാർ വീടൊക്കെ എടുത്ത് തുടങ്ങുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അവരൊക്കെ പറയും, നീയൊക്കെ റിച്ച് ആയടാ, എനിക്കെന്തില്ല, എനിക്കിപ്പോൾ ഒരു വീടും ഇല്ല, വീടെടുക്കാനുള്ള സ്ഥലവും ഇല്ല എന്നൊക്കെ ഞാൻ പറയാറുണ്ട്. പക്ഷെ അതൊന്നും വീടിന്റെ ആവശ്യം എനിക്കറിയില്ല, മീൻസ് എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നില്ല. പിന്നെ അത് വേണമെങ്കിൽ ഒരു വലിയ പോഡ്കാസ്റ്റിനുള്ള സ്കോപ്പ് ഉണ്ട്. എന്ന് വെച്ചാൽ ഷുഡ് വി ബൈ എ ഹോം ഓർ റെന്റ് ഇറ്റ് ഔട്ട് എന്നുള്ളത് അത് വലിയൊരു ടോപ്പിക്കാണ്. അപ്പം പക്ഷെ ഇങ്ങനത്തെ കുറെ ചോയ്സസ് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് എനിക്ക് എടുക്കാൻ പറ്റും. പക്ഷെ മണി ബൈസ് ബാക്ക് യുവർ ഫ്രീഡം. യെസ്. ആൻഡ് എന്നെ സംബന്ധിച്ച് മണി കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ലക്ഷറി എന്നൊക്കെ പറഞ്ഞാൽ ട്രാവൽ ചെയ്യുന്നത് മാത്രമായിരിക്കും. വേറെ ഒന്നും എനിക്കിപ്പോഴും വലിയ വണ്ടികളൊന്നും ഞാൻ ഡ്രൈവ് ചെയ്യുകയും അതേപോലെ തന്നെ റൈഡ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്, യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്കത് ഇതൊരു എക്സൈറ്റ്മെന്റ് ആയിട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല സ്റ്റിൽ. അപ്പം ഞാനൊരു ഓക്കെ കാറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, വീട് എനിക്ക് എടുക്കാനുള്ള പ്ലാനൊന്നുമില്ല. പക്ഷെ യാത്ര ചെയ്യണം എന്നുള്ള ആഗ്രഹം വല്ലാതെ ഉണ്ട്. എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. എനിക്ക് ഈ അഡ്വഞ്ചേഴ്സിനോടൊക്കെ ഭയങ്കര താല്പര്യമുള്ള. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ വാട്ട് ഷുഡ് വി ആക്ച്വലി ലുക്ക് അറ്റ്? പൈസ നോക്കി ബിസിനസ് ചെയ്യണോ, അല്ലെങ്കിൽ ഫണ്ടമെന്റലി ബിസിനസ് ഷുഡ് മേക്ക് മണി. ഫണ്ടമെന്റൽ സാധനം എന്താണ്, ഇറ്റ് ഷുഡ് മേക്ക് മണി. എത്ര എന്നുള്ളത് ഒക്കെ സെക്കൻഡറി കാര്യമാണ്. അല്ലാത്ത ഒരു ബിസിനസ് എന്ത് ചെയ്യൂല, സർവൈവ് ചെയ്ത് പോകാൻ പറ്റില്ല. പക്ഷെ പിന്നെ അത് നമുക്ക് എൻജോയ് ചെയ്ത് ചെയ്യണമെങ്കിൽ
ഇറ്റ് ഷുഡ് ഹാവ് എ പേർപ്പസ്. പർപ്പസ് ഒരു ഭയങ്കര ഒരിക്കലും എത്തിപ്പെടാൻ പറ്റാത്ത ഒരു ഡ്രീം എന്തുണ്ടാകണം ആ ബിസിനസ്സിന് ഉണ്ടായാൽ ഭയങ്കര രസമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എനിക്ക് ഫീൽ ഞാൻ ചെയ്ത 2 ബിസിനസ്സിനും ഇറ്റ് ഹാസ് ആൻ ഇമ്പാക്ട്. അപ്പൊ കുട്ടികളിപ്പം ഞാനൊരിക്കൽ കൊണ്ടോട്ടിയിൽ എന്തോ ആവശ്യത്തിനോ ഒരു കുട്ടി ഓടി വന്നിട്ട് എന്നെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ സാറേ ഒന്ന് തൊട്ടോട്ടെ എന്ന് പറഞ്ഞു. ശരിക്കും എക്സാജറേറ്റ് ചെയ്യുന്നില്ല, അവൻ അതന്നെയാണ് ചോദിച്ചത്. അപ്പൊ എന്താ റീസൺ എന്ന് പറഞ്ഞാൽ അവൻ ആ കോവിഡ് സമയത്ത് ഫുള്ള് ഗെയിമിംഗ് ആയി അഡിക്ഷൻ ആയിട്ട് ആകെ പ്രശ്നത്തിലായിരുന്നു. അപ്പൊ ഞാനേതോ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്ങനെ ഫോൺ അഡിക്ഷൻ എങ്ങനെ കുറക്കാന്നൊക്കെ ഉള്ളത്. അപ്പൊ അത് കണ്ട് അവൻ അതുപോലെ ചെയ്തപ്പോൾ ഹീ കെയിം ബാക്ക് ഇട്ടു. അവനൊരു ഭയങ്കര നല്ല ബ്രൈറ്റ് കുട്ടിയായിരുന്നു. അപ്പം ആ ഒരു എന്ത് കിട്ടി എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് അത് വരുന്നത്. അതേപോലെ മുമ്പ് മെഡ്പോർട്ട് ആകുമ്പോഴും പേഷ്യൻസ് ഒക്കെ വന്നിട്ട് എന്താ പറയുക അൽഹംദുലില്ലാ എന്താ പറയുക ഭയങ്കര ഇതായിട്ടുണ്ട്, അസുഖം റാഹത്തായി എന്നൊക്കെയുള്ള ആ സാധനം അതും നമ്മൾ എന്ത് ചെയ്യും ഡ്രൈവ് ചെയ്യും. പക്ഷെ ഇപ്പം ഏത് ബിസിനസ് അത് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം ഒരു ഹോട്ടൽ നടത്തുമ്പോൾ റാദർ ദാൻ മേക്കിംഗ് എ മണി എന്താണ് ഇവിടുന്ന് ഭക്ഷണം കഴിച്ച് പോകുന്ന ആൾക്കാർ എന്താണ് ഒരു വാവ് ഫീല് കൊടുക്കണം എന്നുള്ളതാണ് നമ്മുടെ പർപ്പസ് എങ്കിൽ നമുക്ക് എന്നും രാവിലെ പോയിട്ട് പച്ചക്കറി വാങ്ങാനും അല്ലെ ചിക്കൻ വാങ്ങാനും ആൾക്കാരെ കൊണ്ട് ഉണ്ടാക്കിക്കാനും ക്വാളിറ്റി നോക്കാനൊക്കെ നമുക്കൊരു സാധനം കിട്ടും. ആൻഡ് ആ ഒരു വാവ് ഫീല് വി ഷുഡ് എൻജോയ് ഇറ്റ്. അടിപൊളി. അത് പറയുമ്പോൾ ഞാൻ കഴിഞ്ഞതിന്റെ മുമ്പത്തെ ആഴ്ച ഹൈലൈറ്റിലെ പള്ളിയിലാണ് പോയത്. അപ്പൊ ഈ ഹൈലൈറ്റിലാണല്ലോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരു ഹബ്ബ് എന്ന് പറഞ്ഞാൽ ഹൈലൈറ്റ് ബിസിനസ് പാർക്ക്. ഹൈലൈറ്റ് ഇസ് എസ്പെഷ്യലി ബിസിനസ് പാർക്ക് ഭയങ്കര അടിപൊളി കൺസെപ്റ്റ് ആണ്. ഞാൻ അതുപോലത്തെ ഒരു സാധനം കൊച്ചിയിൽ പോലും കണ്ടിട്ടില്ല. ആ ഒരു ഹഗ് മുതൽ ആ ഒരു ഏരിയ വെച്ചിട്ടുള്ള ചുമ്മാ ആൾക്കാർക്ക് ഇരിക്കാം സംസാരിക്കാം എന്നൊക്കെ ഉള്ളത് അടിപൊളി കൺസെപ്റ്റ് ആണ്. ഞാൻ ദുബായിലേ അത് കണ്ടിട്ടുള്ളൂ. അപ്പൊ ഞാൻ പള്ളിയിൽ പോയി, ഞാൻ പള്ളിയിൽ ഹഗ്ഗമഗിലേക്ക് നടക്കുക. ഞാൻ ഒരു 5 ആൾക്ക് കൈ കൊടുത്തിട്ടുണ്ട്. അപ്പൊ പിന്നെ ഞാൻ ഒരൊറ്റ ആളെ അറിയില്ല. അപ്പൊ സംഭവം എന്താ, ഈ പോഡ്കാസ്റ്റ് കണ്ടിട്ട് മീൻസ് അതിന് ഇൻസ്പയർഡ് ആയിട്ട് മോട്ടിവേറ്റഡ് ആയിട്ട് അവരൊക്കെ പലതും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതാണ് ആക്ച്വലി മീൻസ് അത് കിട്ടുമ്പോഴാണ് നമുക്ക് അറിയാം ദിസ് ഈസ് മൈ പർപ്പസ്, ഇതാണ് എക്സൈറ്റിംഗ്. സോ റെസ്റ്റ് എവറിത്തിങ് വിൽ ഫോളോ എന്നുള്ളത് at the same time it should make some kind of money. അല്ലെങ്കിൽ ഡാഡി റിച്ച് ആയാലും മതി, അത് എനിക്കറിയില്ല. പക്ഷെ അതില്ലെങ്കിൽ എന്താ വെച്ചാല് ലൈക്ക് സ്ട്രഗ്ലിങ് നാളെ എന്ത് ചെയ്യും, വീട്ടില് മോക്ക് അസുഖമാണ്, പിന്നെ ഡോക്ടറെ കാണിക്കണമല്ലോ, അതിന് എവിടുന്ന പൈസ എന്ന് ആലോചിച്ചുകൊണ്ട് എനിക്ക് നല്ലൊരു പോഡ്കാസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കറക്റ്റ്, ശരിയാണ്. അതായത് നമ്മള് പിന്നെ ഇറ്റ് ഷുഡ് മേക്ക് മണി ഇൻ സം വേ. എനിവേസ് ഇത് പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് പോഡ്കാസ്റ്റില് ലൈഫ്, മണി, സ്റ്റാർട്ടപ്സ്, ഓണ്ടർപ്രണർഷിപ്പ് എല്ലാം സംസാരിക്കുന്നത്. എന്താവെന്ന് അറിയില്ല, മിക്കവാറും ഈ പോഡ്കാസ്റ്റ് ചെയ്യുമ്പോൾ വേറൊരു കാറ്റഗറി ഓഫ് ആൾക്കാരിലേക്ക് ഓഡിയൻസ് വരാൻ സാധ്യതയുണ്ട്. കേൾവിക്കാരനാണെന്ന് എന്നോട് പലരും പറയാം. എന്താ അടുത്ത കൊല്ലം ടാർഗറ്റ് എന്താ? അടുത്ത വർഷം എന്ന് എനിക്കറിയില്ല. ഒന്നാമത്തെ കാര്യം, ഞങ്ങൾ ഈ സാധനം ഞാൻ നേരത്തെ പറഞ്ഞ എട്ടൊക്കെ കേരളത്തിൽ ഫിക്സ് ചെയ്തിട്ട് വേറൊരു സ്റ്റേറ്റിലേക്ക് പോകും. പേഴ്സണലൈസ്ഡ് ടെക് എനാബിൾഡ് ആയിട്ട് ചെയ്യാൻ പറ്റും, മലയാളികൾക്ക് മനസ്സിലായിട്ട്. പിന്നെ ഞങ്ങൾ റാപ്പിഡ്ലി ബാക്കി സ്റ്റേറ്റിൽ. പിന്നെ രണ്ടാമത് എനിക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ത് ചെയ്യണം, പിന്നെ ആൾക്കാരെ പഠിപ്പിക്കണം എന്നുള്ളതുണ്ട്. അണ്ടർസ്റ്റാൻഡിങ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. കാരണം ഇപ്പൊ എൻ്റെ മക്കളൊക്കെ അവർ ശരിക്കും എൻ്റെ ഗിന്നി പിക്സ് ആണ്. ശരിക്കും ഞാൻ എൻ്റെ പല തിയറികളും അവരിലാണ് എന്ത് ചെയ്യുന്നത്, ഞാൻ എക്സ്പെരിമെന്റ് ചെയ്യാറുള്ളത്. അപ്പൊ അവർക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് അറിയാം, സംസാരിക്കുകയും ചെയ്യും. പക്ഷെ അതിനേക്കാൾ അവർക്ക് മനസ്സിലാവും. അവരുടെ വേൾഡ് ഈസ് ടൂ ബിഗ്, ഭയങ്കര വലുതാണ്. ഓക്കെ, അപ്പം അതേ സംഭവം ഇപ്പം നിനക്ക് ആ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉള്ളത് കൊണ്ടാണ് നിനക്ക് നവൽ രവികാന്തിനെ എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഫോളോ ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അങ്കുർ വാരിക്കുവിനെ ഫോളോ ചെയ്യാൻ പറ്റും. അപ്പം അത് വന്നാൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഒത്തിരി മാറ്റം നാട്ടിൽ നടക്കുന്നു. അപ്പം ഇംഗ്ലീഷ് ലേണിംഗ് എല്ലാ ആൾക്കാർക്കും എന്ത് ചെയ്യണം, പഠിപ്പിച്ചെടുക്കുന്ന ഒരു ആഗ്രഹമുണ്ട്. പിന്നെ മൂന്നാമതായിട്ട് നമ്മുടെ സ്കിൽ, നേരത്തെ ഞാൻ പറഞ്ഞ സ്കിൽ. അപ്പം ഇത് മൂന്നുമായിരിക്കും എജ്യൂപോർട്ടിന്റെ ഫ്യൂച്ചർ. റവന്യൂ ഗോളല്ല, ഈ പർപ്പസ് മീറ്റ് ചെയ്യാന്നില്ല. റവന്യൂ ഞങ്ങൾക്ക് ജീവിച്ചു പോകാനുള്ള പൈസ കിട്ടിയാൽ മതി. ഞങ്ങൾക്ക് ഓൾറെഡി ഉണ്ട് എന്നുള്ളതല്ല, അതായത് വി ഷുഡ് നോട്ട് ബേൺ മണി, മനസ്സിലായി. പക്ഷെ ക്യാഷ് പോസിറ്റീവ് ആയിട്ട് പോയി കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി ആ സാധനം ഉണ്ടെങ്കിൽ മണി വിൽ ബി എ ബൈ പ്രൊഡക്റ്റ് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കറക്റ്റ്. എനിക്ക് തോന്നുന്നത് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ ഈ പോഡ്കാസ്റ്റ് തീർക്കാൻ കഴിയില്ല. ഇത്രയും കണ്ടിട്ട് നിങ്ങൾക്ക് ഓൺലൈൻ ബിസിനസിനെ കുറിച്ച് കൂടുതൽ പഠിക്കണം ആഗ്രഹമുണ്ടോ? ഞങ്ങളൊരു പെയ്ഡ് വാട്സാപ്പ് കമ്മ്യൂണിറ്റി റൺ ചെയ്യുന്നുണ്ട്. അവിടെ എല്ലാ തരത്തിലുള്ള എക്സ്പേർട്സും ഉണ്ട്. താഴെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, അവിടെ പോയി ചെക്ക് ചെയ്യാം. അണ്ടിൽ വി മീറ്റ് അഗൈൻ, താങ്ക് യു.